നമുക്ക് ഈ പുതിയ സെഷൻ ഒന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുഹിതം ഞങ്ങളിൽ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ നാമം പരിശുദ്ധമാക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ നിറവിന്റെ അനുഭവത്തിൽ സത്യമായതിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. മാനവ മഹത്വത്തിന് വേണ്ടി എടുക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹൈമോനോത്തോയുടെ പുതിയ ഒരു പഠന ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മീയമായും ഭൗതികമായും പരിശുദ്ധ സഭ അനേകം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഹൈമോനോത്തോ പേജ് സഭാമക്കളെ വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഈ പേജ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭാ തർക്കത്തില് പരിശുദ്ധ സഭയെ മെത്രാങ്കക്ഷികളിൽ നിന്ന് വിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ പറ്റി ഏറെ പഴി കേൾക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഒരു പ്രശസ്തമായ ഒരു കാര്യമാണ് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്നുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ യാക്കോബ് തൃതീയം പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പന ഒരു നിജസ്ഥിതി എന്താണെന്നോ അതിനെപ്പറ്റിയുള്ള ഒരു പഠനമാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാന ചിന്താവിഷയം. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടുകൂടി ഇപ്പോൾ ആയിരിക്കുന്നത് സഭയുടെ ചരിത്ര ഒരു പണ്ഡിതനും അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ സെമിനാരിയുടെ ഒരു അധ്യാപകനുമായ അത്രയും ബഹുമാനപ്പെട്ട ഗ്രിഗർ അച്ഛനെ ഈ ചർച്ചയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛാ, നമ്മള് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം, നമ്മളിപ്പോ സിംഹാസനം എന്ന് കേൾക്കുന്ന കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവരില് സിംഹാസനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സിംഹാസനം, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ? ഷിനോഷ, ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ഈ സിംഹാസനം എന്ന് പറയുന്ന വാക്ക്. അതായത് ഈ സഭാചരിത്രത്തില് സഭയുടെ തർക്കങ്ങൾക്കിടയിൽ മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ തർക്കപങ്കിലമായി തീർന്ന ഒരു വാക്കാണ് ഈ സിംഹാസനം. അപ്പോൾ സിംഹാസനം എന്ന വാക്കൊന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചിന്ത ഒരു രാജാവ് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളിരിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് സിംഹാസനം എന്ന വാക്ക് പൊതുവിൽ വിവക്ഷിക്കുക. എന്നാൽ സഭയുടെ ദൈവശാസ്ത്രത്തിൽ തിയോളജിയുടെ പല ബ്രാഞ്ചുകളുണ്ട്. നമുക്കറിയാവുന്ന പോലെ സൊട്ടീരിയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചുണ്ട്, അതുപോലെ എക്ലീസിയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചുണ്ട്, മെറിയോളജി ഉണ്ട്, ഡെമനോളജി ഉണ്ട്. അങ്ങനെ ഇതിന്റെ പല ബ്രാഞ്ചുകളിൽ ഈ സഭയുടെ തർക്കങ്ങളെ, സഭയുടെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ച്, സഭയുടെ സിസ്റ്റം എങ്ങനെ ഭരിക്കപ്പെടണം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകപ്പെടണം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ശരിക്കും എക്ലീഷ്യൽ പോളിറ്റി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്, എക്ലീഷ്യൽ പോളിറ്റി. അപ്പോൾ ഈ എക്ലീഷ്യൽ പോളിറ്റി അനുസരിച്ചാണ് ഈ സിംഹാസനം എന്ന വാക്ക് സഭയ്ക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറമേ നമുക്കിങ്ങനെ നമ്മൾ വലിയ പള്ളികളിലൊക്കെ പോകുമ്പോൾ തിരുമേനിമാരി ഇരിക്കുന്ന വലിയ സിംഹാസനങ്ങൾ കാണാം. മുളന്തുരുത്തി പള്ളി അല്ലെങ്കിൽ വലിയ കോതമംഗലം പള്ളി പോലുള്ള പള്ളികളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് പാത്രികീസ് ബാവ ഇരിക്കുന്ന സിംഹാസനങ്ങളുണ്ട്, കാതോലിക്ക ബാവ ഇരിക്കുന്ന സിംഹാസനങ്ങളുണ്ട്. അപ്പൊ അതൊരു കസേര എന്ന അർത്ഥത്തിലാണ് വിവക്ഷിക്കപ്പെടുക. എന്നാൽ ഭരണ സംവിധാനവുമായിട്ട് ചിന്തിക്കുമ്പോൾ എക്ലീഷ്യൽ പോളിറ്റിയിൽ സിംഹാസനം എന്ന വാക്കിന്റെ അർത്ഥം ഒരു അപ്പോസ്തോലനാലോ അപ്പോസ്തോലിക ശിഷ്യന്മാരാലോ ഒക്കെ സ്ഥാപിക്കപ്പെട്ട് അതിനെ തുടർന്ന് ആ ഒരു അപ്പോസ്തോലിക സക്സഷൻ അല്ലെങ്കിൽ പിന്തുടർച്ച നിലനിർത്താൻ ഉള്ള വിധത്തിലുള്ള ക്രമീകരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിനെ പറയുന്ന പേരാണ് സിംഹാസനം. സിംഹാസനം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ ആളുകളെ വിശ്വാസം പഠിപ്പിക്കുന്നു, ആളുകൾക്ക് വിശ്വാസത്തിൽ അവരെ നിലനിർത്തുന്നതിന് വേണ്ടി അടുത്ത തലമുറയിലെ ആളുകളെ നയിക്കുന്നതിനും അവർക്ക് വിശ്വാസം പഠിപ്പിക്കുന്നതിനുമായിട്ട് രണ്ടാമത് ഒരു പിൻഗാമിയെ വാഴിച്ച്, അങ്ങനെ ആ പിൻഗാമിയെ വാഴിക്കുന്നതിലൂടെ താഴേക്ക് അനന്തര തലമുറകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സാധാരണ സിംഹാസനം എന്ന വാക്ക് സഭാ ചരിത്രത്തിലും സഭയുടെ പോളിറ്റിയിലും മനസ്സിലാക്കുന്നത്.
അല്ലാതെ വെറുതെ ഒരു കസേര എന്ന അർത്ഥത്തിലല്ല. എക്ലീഷ്യൽ പൊളിറ്റിയിൽ, എക്ലീഷ്യോളജിയിൽ ഒക്കെ സിംഹാസനം എന്ന വാക്കിന്റെ അർത്ഥം ഒരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ്. അതായത് തനിക്ക് പിന്നാലെ മെത്രാപ്പൊലിത്തന്മാരെ വാഴിച്ച് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വെക്കുന്ന ആ സംവിധാനത്തിന് പൊതുവിൽ പറയുന്ന പേരാണ് സിംഹാസനം. ഇറ്റ്സ് എ സിസ്റ്റം, നോട്ട് എ ചെയർ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് എ സിസ്റ്റം, നോട്ട് എ ചെയർ. താങ്ക് യു അച്ഛൻ. അപ്പോ ഈ സിംഹാസനം ആർക്കൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാൻ പറ്റുമോ? ആർക്കൊക്കെ സിംഹാസനം ഉണ്ടാവും? ഈ തർക്ക വിഷയത്തിൽ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് ഈ സിംഹാസനം ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത്. ഒറ്റ വാക്ക് പറഞ്ഞാൽ സിംഹാസനം ആർക്കൊക്കെ ഇല്ല എന്ന് ചോദിക്കുന്നതല്ല, എല്ലാവർക്കും സിംഹാസനമുണ്ട്, എല്ലാവരും സിംഹാസനക്കാരാണ്. 12 അപ്പോസ്തലന്മാരില് സ്ലീഹന്മാരെല്ലാവരും നമുക്ക് അറിയാവുന്ന ഒരു റെഫറൻസ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അപ്പോസ്തലന്മാരോട് പറയാണ്, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് യഹൂദ ജനതയെ മുഴുവൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും. അപ്പൊ അതിന്ന് തന്നെ അറിയാം നമുക്ക് 12 സ്ലീഹന്മാർക്കും സിംഹാസനമുണ്ട്. പക്ഷെ രസം, അവിടെ പറയുന്ന സിംഹാസനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സഭാചരിത്രത്തിൽ പറയുന്ന ഈ എക്ലീഷ്യൽ പൊളിറ്റിയിൽ വരുന്ന സിംഹാസനം അല്ല. അത് അപ്പോസ്തലന്മാരോട് എല്ലാവരോടായിട്ട് പറയാണ്, നിങ്ങൾ സിംഹാസനത്തിലിരിക്കും. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഈ സഹനങ്ങളിൽ മുഴുവൻ പങ്കാളികളാകേണ്ടി വരും, നിങ്ങൾ രക്തസാക്ഷികളാകും. അപ്പൊ നിങ്ങൾ ഇന്ന് നഷ്ടപ്പെടുത്തുന്ന, അപമാനിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ഒരു ഇൻ റിട്ടേൺ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഒരു യുഗാന്ത്യത്തിൽ ദൈവം കർത്താവ് രണ്ടാമത് തൻ്റെ ന്യായവിധിക്ക്, ന്യായവിസ്താരത്തിനായിട്ട് വരുന്ന സമയത്ത്, ഒരു ജഡ്ജിയായി അവിടുന്ന് വരുന്ന സമയത്ത് നിങ്ങൾ എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കും. അത് എൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് ന്യായവിധിയുടെ സിംഹാസനമാണ്. അത് 12 അപ്പോസ്തലന്മാർക്കും ആ സിംഹാസനം ഉണ്ടെന്ന് തന്നെയാണ് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ അകമാന സുറിയാനി ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്ന എല്ലാ സ്ലീഹന്മാർക്കും സിംഹാസനമുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഈ എക്ലീഷ്യൽ പൊളിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭരണതലത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ സിംഹാസനം എത്ര പേർക്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ പരിമിതമായ അറിവിൽ സിംഹാസനം 9 പേർക്കാണുള്ളത്. ആ 9 പേരും സ്ലീഹന്മാരല്ല എന്നുള്ളതും രസമാണ്. അതിലേറ്റവും പ്രഥമമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് കർത്താവിൻ്റെ അപ്പോസ്തലൻ സ്ലീഹന്മാരുടെ തലവനായിരിക്കുന്ന പത്രോസ്ലീഹയുടെ സിംഹാസനമാണ്. അത് അന്ത്യോക്യയിലാണ് പത്രോസ്ലീഹയുടെ സിംഹാസനം. പത്രോസ്ലീഹയുടെ സിംഹാസനം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കസേരയല്ല, അത് ഇറ്റ്സ് എ സിസ്റ്റം. പത്രോസ്ലീഹ അന്ത്യോക്യയിലേക്ക് പോകുന്നു. പത്രോസ്ലീഹയ്ക്ക് മുമ്പ് അന്ത്യോക്യയിൽ ക്രിസ്ത്യാനികളുണ്ട്. അതാണ് രസം. പത്രോസ്ലീഹ അല്ല അന്ത്യോക്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്നതൊക്കെ അതിനു മുമ്പേ ഉണ്ട്. അതിനു മുമ്പ് ബർണബാസ് പോകുന്നുണ്ട്, വിശുദ്ധനായ ബർണബാസ്. അതിനു മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിഷണറികളെല്ലാം യാത്രകളെല്ലാം ആരംഭിക്കുന്നത് അന്ത്യോക്യ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇവരാരും ശ്രമിക്കത്തില്ല. ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്ന പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലനാണ്. പത്രോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിൽ ചെല്ലുന്നു, 7 വർഷക്കാലം അവിടെ താമസിക്കുന്നു. സഭാചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന യോസെബിയൂസ് അദ്ദേഹത്തിന്റെ എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്റോറിയ, തിരുസഭയുടെ ചരിത്രം എന്ന് പറയുന്ന 3-ാം നൂറ്റാണ്ടിന്റെ അല്ലെ 4-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ എഴുതപ്പെടുന്ന എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്റോറി, അതാണ് സഭയുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ആദ്യത്തെ പുസ്തകം. ലൂക്കോസം സബ്രോനയിൽ എഴുതപ്പെട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. പ്രസ്കിസ് പുസ്തകം കഴിഞ്ഞാൽ ഒരു ഫാദർ ഓഫ് ദി ചർച്ച് ഹിസ്റ്ററി എന്ന് നമ്മൾ വിളിക്കുന്നത്, എല്ലാ സഭകളും വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്, യൗസെബിയോസ് ആണ്. യൗസെബിയൂസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്റോറിയ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നത് പത്രോസ്ലീഹ അന്ത്യോക്യയിൽ പോയി 7 വർഷം അവിടെ താമസിച്ചു. പിന്നീട് അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് റോമിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് പത്രോസ്ലീഹ താൻ പോയി കഴിഞ്ഞാൽ തൻ്റെ അജഗണങ്ങൾ ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ 2 പേരെ അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ട് വാഴിച്ചു എന്നാണ്. അത് ഒന്ന് വിശുദ്ധനായ മോർ എവദോസിയോസും 2 വിശുദ്ധനായ മോർ ഇഗ്നാത്യോസും, 2 പേരെ അവിടെ തന്റെ പിൻഗാമികളായിട്ട് വാഴിച്ചു. ദെൻ ആ ഒരു സിസ്റ്റം അദ്ദേഹം അവിടെ ഫോളോ ചെയ്തു. ഇതേ സിസ്റ്റം റോമിലും ഫോളോ ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ അതിന് കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമായ തെളിവുകൾ അവർ നിരത്തുന്നുണ്ട്. അപ്പൊ അതിൽ ലിനസിനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വാഴിച്ചു, റോമൻ കത്തോലിക്ക സഭയിൽ വാഴിച്ചു എന്നപ്പോൾ പത്രോസ്ലീഹായ്ക്ക് സിംഹാസനമുണ്ട്. ഇനി സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തന്നെ സഭയ്ക്കകത്ത് തന്നെ മറ്റൊരു സിംഹാസനം കൂടിയുണ്ട്. അപ്പൊ സ്ലീഹന്മാർക്ക് എല്ലാവർക്കും സിംഹാസനമുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് ജെറുസലേമില് കർത്താവിന്റെ പ്രിയപ്പെട്ട സഹോദരനായിരുന്ന യാക്കോബ്, അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റം, ഈ പറയുന്ന പിൻഗാമിയെ വാഴിക്കുന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. ജെറുസലേമിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ജെറുസലേമില് ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്.
അപ്പോ അവിടുത്തെ സിംഹാസനം അറിയപ്പെടുന്നത് യാക്കോബിന്റെ സിംഹാസനം എന്നാണ്. യാക്കോബിന്റെ. കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിന്റെ സിംഹാസനം എന്നാണ്. അദ്ദേഹത്തിന് ശേഷം സൈമൺ ദ ഫസ്റ്റ് ആണ് പിന്നീട് അവിടെ അധികാരത്തിലേൽക്കുന്നത്. അപ്പോൾ സുറിയാനി സഭയുടെ പാരമ്പര്യത്തില്, സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തില് പത്രോസിന്റെ സിംഹാസനമുണ്ട്. അതിന്റെ കൂടെ ജെറുസലേമിലെ സഭയ്ക്ക് വേണ്ടി വിശുദ്ധനായ യാക്കോബിന്റെ ഒരു സിംഹാസനമുണ്ട്. പിന്നെ നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ആരാധനാ കാര്യങ്ങളിലൊക്കെ പരസ്പരം നമ്മൾ പങ്കുവയ്ക്കുന്ന ആരാധന കുദാശകളൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്ന പരസ്പര ഐക്യമുള്ള ഒരു സഭയാണ് കോപ്റ്റിക് സഭ. പണ്ട് അലക്സാന്ദ്രിയ സഭ എന്നറിയപ്പെട്ടു. ഇന്ന് ഈജിപ്തിലുള്ള കോപ്റ്റിക് സഭ. പരിശുദ്ധ തെയോദ്രോസിസ് പാത്രിയർക്കീസ് ബാവയാണ് ഇപ്പൊ അതിന്റെ അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹം ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാഴ്ചയൊക്കെ കുറച്ചു കാലം മുമ്പ് സാക്കായിവാസ് ബാവ തിരുമനസ്സുകൊണ്ട് കാലം ചെയ്യുന്നതിന് മുമ്പാണ് ഈ തെയോദ്രോസിസ് പാത്രിയർക്കീസ് ബാവ വാഴിക്കുന്നത്. ആ സമയത്ത് സുഖമില്ലാതിരുന്നിട്ടും രോഗാവസ്ഥയിലായിട്ടും ഒക്കെ പരിശുദ്ധ സാക്കായിവാസ് ബാവ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് അവിടെ പോയി അവിടെ ഇരുന്ന് ഓക്സിയോസ് ചൊല്ലുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ട് മനസ്സൊത്തിരി കുളിർത്ത സന്ദർഭങ്ങളാണ്. ആ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്കൂർ നീളമുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബില്. അപ്പൊ അവര് പറയുന്നത് അദ്ദേഹം മർക്കോസിന്റെ സിംഹാസനത്തിലാണ് അദ്ദേഹം വാഴിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. മർക്കോസിന്റെ സിംഹാസനം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലന്മാര് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ 72 അറിയിപ്പുകാരോ, എമിസറീസ് എന്ന് പറയുന്ന 72 അറിയിപ്പുകാരോ. ഇനി പേർഷ്യൻ സഭ പറയുന്നത് പേർഷ്യൻ സഭയുടെ സിംഹാസനം മാറിയുടെ സിംഹാസനം എന്നാണ്. ഈ മാറി എന്ന് പറയുന്നത് കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായിരിക്കുന്ന തോമാസ് ലീഹായുടെ സഹോദരൻ, അർത്ഥ സഹോദരനൊക്കെ വിളിക്കപ്പെടുന്ന അദ്ദായി സ്ലീഹ, അദായി സ്ലീഹായുടെ സഹോദരനായിരിക്കുന്ന സ്ലീഹായുടെ പിൻഗാമിയായ അദ്ദായിയുടെയും പിൻഗാമിയായ മാറി എന്ന് പറയുന്ന ഒരു പിതാവിന്റെ പേരിലാണ് അവരവരുടെ സിംഹാസനത്തെ അവകാശപ്പെടുത്തുന്നത്. അപ്പോൾ സ്ലീഹന്മാരില് ഈ പറയുന്ന എക്ലീഷ്യൽ പോളിറ്റി അനുസരിച്ചുള്ള സിംഹാസനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളൂ. അതില് നമുക്ക് പറയാവുന്നത് പത്രോസ് ലീഹായാണ് അപ്പോസ്തലന്മാരിൽ തലവൻ. പിന്നെ ഒരാള് ബർത്തലോമിയ സ്ലീഹായും യൂദ തദ്ദേവൂസുമാണ്. യൂദ തദ്ദൈ എന്ന് പറയുന്ന അവര് അർമേനിയയിലെ സഭ പറയുന്നത്, അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച് പറയുന്നത് ഞങ്ങളുടെ പിൻഗാമിത്വം ഈ സ്ലീഹന്മാരിൽ നിന്നാണ് എന്നാണ്. എഫേസസിൽ പണ്ടൊരു കൊച്ചു സഭയുണ്ടായിരുന്നു. എഫേസസിലെ സഭക്കാർ പറയുന്നത് ഞങ്ങൾ യോഹന്നാൻ സ്ലീഹായുടെ പിൻഗാമികളാണ് എന്നുള്ളതാണ്. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ടർക്കിയില്, നമ്മളിപ്പോൾ വളരെ ഹഗ്യ സോഫിയ നിലനിൽക്കുന്ന ആ സ്ഥലം, ടർക്കിയില് ഇസ്താംബുൾ എന്നും ബുസാന്തിയം എന്നും അറിയപ്പെടുന്ന ആ സ്ഥലത്തെ അവിടുത്തെ പാത്രിയർക്കീസ് ബാവ, അതല്ലെങ്കിൽ കുസ്തന്തീനോസ് പോലീസ് പാത്രിയർക്കീസ് ബാവ അവകാശപ്പെടുന്ന അദ്ദേഹം അന്ത്രയോസ് ലീഹായുടെ പിൻഗാമിയാണ് എന്നാണ്. അപ്പോൾ സ്ലീഹന്മാരില് ഇങ്ങനെ പിൻഗാമിത്വം അവകാശപ്പെടുന്ന അവസ്ഥയില്ല. അതെ, അദ്ദേഹത്തെ വിളിക്കുന്ന വേറെ പേരാണ് എക്യുമെനിക്കൽ പേട്രിയാർക്ക്. അതെ. ഇതുപോലെ തന്നെ റഷ്യൻ സഭയും ബൾഗേറിയൻ സഭയും അവകാശപ്പെടുന്നത് അവരും ഈ പറയുന്ന അപ്പോസ്തലനായിരിക്കുന്ന അന്ത്രയോസിന്റെ പിൻഗാമികളാണ് എന്നാണ്. ഇപ്പൊ വളരെ അടുത്തുള്ള ഒരു സഭ, അടുത്ത രൂപം കൊണ്ടൊരു സഭ നമുക്ക് വേണേൽ പറയാവുന്ന ഒരു സഭയാണ് എത്യോപ്യൻ സഭ. അവര് പറയുന്നത് ഫിലിപ്പോസ്, അറിയിപ്പുകാരനായ ഫിലിപ്പോസിൽ നിന്ന് ആണ് അവർക്ക് പിൻഗാമിത്വം കിട്ടിയതെന്ന് അവർ അവകാശപ്പെടുന്നു. ആ സഭ ഇപ്പോ തെവോഹീദോ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. എത്യോപ്യൻ തെവോഹീദോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ആ സഭ. അപ്പോ സ്ലീഹന്മാരിൽ ആർക്കാണ് ഈ പറയുന്ന കർത്താവ് നേരത്തെ പറഞ്ഞ ന്യായവിധിയുടെ സിംഹാസനം അല്ല, മറിച്ചൊരു സംവിധാനം എന്ന നിലയിൽ, എക്ലീഷ്യാസ്റ്റിക്കൽ പോളിറ്റിയിൽ ഒരു സംവിധാനം എന്ന നിലയിൽ സഭ സിംഹാസനം ക്രമീകരിച്ചത് ഈ പറയുന്ന സ്ലീഹന്മാരാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അപ്പോസ്തലന്മാരല്ലാതെ ഇപ്പം കോപ്റ്റിക് സഭയുടെ അതെ, കോപ്റ്റിക് സഭയുടെ വിശുദ്ധ മർക്കോസ് ഉണ്ട്. പിന്നെ ഈ സെലൂക്കിയാസ് ടെസിഫോൺ അല്ലെങ്കിൽ പേർഷ്യയിലെ മാറി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ സിംഹാസനമുണ്ട്, മാറിയുടെ സിംഹാസനമുണ്ട്. അപ്പൊ ഈ പിന്നെ ഫിലിപ്പോസിന്റെ പേരിൽ, എത്യോപ്യൻ ഫിലിപ്പോസിന്റെ പേരിലുള്ള അങ്ങനെ അപ്പോസ്തലന്മാരല്ലാത്തവർക്കും സിംഹാസനമുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഈ 12 അപ്പോസ്തലർ, ഇപ്പൊ അച്ഛൻ ബൈബിൾ പ്രകാരം പറഞ്ഞ 12 അപ്പോസ്തലന്മാർക്കും സിംഹാസനം ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു അത് ഇങ്ങനെ പറയുമ്പോൾ മാർത്തോമാ സ്ലീഹായ്ക്ക് മാത്രം സിംഹാസനം ഇല്ല എന്ന് പറയുന്ന ലോജിക്ക് എന്തുവാ? അതിൽ ലോജിക്ക് ഇല്ലല്ലോ. അതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ന്യായവിധിയുടെ സിംഹാസനം എന്ന് കർത്താവ് പറയുന്ന സിംഹാസനം അത് മാർത്തോമാ സ്ലീഹായ്ക്കുണ്ട്. ഈ മാർത്തോമാ സ്ലീഹ എന്ന് പറയുമ്പോൾ അത് ചിലരുടെ കുത്തകയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. മാർത്തോമാ സ്ലീഹ ആരുടെ കുത്തകയൊന്നുമല്ല. മാർത്തോമാ സ്ലീഹ മലങ്കര സഭയില് മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ജന്മം നൽകിയത് മാർത്തോമാ സ്ലീഹയാണ്. അതിനെ സംബന്ധിച്ച് ഒത്തിരി തർക്കങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത ദിവസങ്ങളൊക്കെ വായിച്ചു വരുന്ന ഈ കേരള ചരിത്രമാണ്. കേരള ചരിത്രം MGS പോലുള്ളവർ പറയണതിനകത്തുണ്ടെങ്കിൽ മാർത്തോമാ സ്ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പറയപ്പെടുന്ന കാലത്ത്
അദ്ദേഹം സുവിശേഷം അറിയിച്ചിട്ടുണ്ടാകുക മിക്കവാറും മൃഗങ്ങളോടായിരിക്കും എന്നാണ്. അത് ഏറെക്കുറെ ശരിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വായിക്കുന്ന സമയത്ത് ഈ ചാവക്കാട്, കൊടുങ്ങല്ലൂര് മുതലായ പ്രദേശങ്ങളുടെ കുറെ ഭാഗങ്ങളൊന്നും അന്നില്ല. തോമസ് ലീഹ കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ, ഈ പറയുന്ന 7.5 പള്ളികളിൽ പല സ്ഥലങ്ങളും അന്ന് നിലവിലില്ല. അത് വെള്ളത്തിനടിയിലായിരുന്നിരിക്കും എന്നാണ്. ഈ പുതുവൈപ്പൊക്കെ രൂപപ്പെട്ട 1999 വെള്ളപ്പൊക്കം, അതിനു മുമ്പ് നടന്ന ഒരു വെള്ളപ്പൊക്കം, 1-ാം ചേര സാമ്രാജ്യത്തിന്റെ സമയത്ത് ഇതുപോലൊരു വലിയ വെള്ളപ്പൊക്കം നടന്നിട്ടാണ് ഈ മുസിറിസ് പട്ടണമൊക്കെ രൂപപ്പെടുന്നതെന്ന് പറയുന്നു. അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുന്നത് തോമസ് ലീഹായാണ് നമ്മുടെ പിതാവ് എന്നുള്ളതാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് കാണിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. 4-ാം തുബദേനിൽ പരിശുദ്ധ പാത്രികീസ് ബാവ സക്കബാവ തിരുമനസ്സുകൊണ്ട് കൽപ്പനയായിട്ട് നമുക്ക് കൽപ്പിച്ചയച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. മശിഹായിൽ നമ്മളെ ജനിപ്പിച്ച നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലീഹ. അതാണ് ആ വാക്ക്. അത് മറ്റൊരു സഭയും അത്ര കൃത്യമായിട്ട്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിലൊക്കെ അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് ഇപ്പോഴും. പക്ഷെ ഇവിടെ സഖബാവ കൃത്യം കൽപ്പനയിൽ എഴുതിയിരിക്കുകയാണ്, മശിഹായിൽ നമ്മളെ ജനിപ്പിച്ച നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലീഹായെയും എന്ന് തുബ്ദേനിൽ ഓർക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് കൽപ്പിച്ച് നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മുടെ സഭ ഒഫീഷ്യലായിട്ട് അത് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. നമ്മൾ ആ വാദത്തെ കൃത്യമായിട്ട് തോമസ് ലീഹായാണ് നമുക്ക് ഈ പറയുന്ന കർത്താവിന്റെ സുവിശേഷത്തെ നമുക്ക് തന്നത്. പക്ഷെ പിന്നീട് സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ സിംഹാസനം എന്ന് പറയുന്നത് എക്ലീഷ്യാൽക്കൽ പൊളിറ്റിക്കകത്ത് ഈ സിംഹാസനം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ തോമസ് ലീഹ ഇവിടെ ഒരു ഹൈറാർക്കി സ്ഥാപിച്ചതായിട്ടുള്ളതിന്റെ ഒരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ല. തോമസ് ലീഹ ഇവിടെ വന്നു, സുവിശേഷം അറിയിച്ചു, മശിഹായിൽ നമ്മളെ ജനിപ്പിച്ചു, നമ്മുടെ പൂർവികർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയെങ്കിലും അത് പിന്തുടരുവാൻ തക്കവണ്ണമായിട്ടുള്ള ഒരു സംവിധാനം ചെയ്തതായിട്ട് ചരിത്രരേഖകളിൽ എവിടെയില്ല. അതുകൊണ്ടാണ് നമ്മൾ തോമസ് ലീഹായ്ക്ക് സിംഹാസനം ഇല്ല എന്ന് പറയുന്നത്. സിംഹാസനം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥത്തിലാണ്, അതായത് ഒരു സിസ്റ്റം ഫോമുലേറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. സിസ്റ്റം, ആ സിസ്റ്റം തോമസ് ലീഹ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 3-ാം നൂറ്റാണ്ട് തുടങ്ങിയത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാം, 90കളിൽ AD 90 AD 120 കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തിലെ എല്ലാ സഭകൾക്കും അറിയിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് തോമസ് ലീഹായിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സഭ എങ്ങനെയാ പോകേണ്ടത്, സഭയ്ക്ക് എന്താ സിസ്റ്റം ഉള്ളത്, അച്ഛന്മാരെങ്ങനെയാണ് അല്ലെ മൂപ്പന്മാരെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ശരിയാക്കി തരാനായിട്ട് നിങ്ങൾ ആരെങ്കിലും അയച്ചു തരണമെന്ന് നമ്മൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എഴുത്തെഴുതി എന്ന് ഞാനല്ല, നമ്മുടെ ചരിത്രകാരന്മാര് സഭയിലെ ഇപ്പൊ 2 വിഭാഗങ്ങളിലെയും ചരിത്രകാരന്മാർ ഒരുപോലെ എഴുതി. അങ്ങനെ 90-120 കാലഘട്ടത്തില് പന്തേനൂസ് എന്ന് പറയുന്ന അലക്സാണ്ട്രിയയിൽ നിന്നൊരു പണ്ഡിതൻ ഇവിടെ വന്ന് വിശ്വാസം പഠിപ്പിക്കാനൊക്കെ ഇവിടെ വന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണുമ്പോൾ അതിന്റെ അർത്ഥം തോമസ് ലീഹ അങ്ങനെ ഒരു സിസ്റ്റം സ്ഥാപിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോകത്തോട് മുഴുവൻ അപേക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു ഹൈറാർക്കി എടുത്ത് കാണിക്കാൻ നമുക്ക് ഇന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ തോമസ് ലീഹായ്ക്ക് സിംഹാസനം ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പരിശുദ്ധ യാക്കോബ് പാത്രീസ് ബാവയെ അധിക്ഷേപിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. തോമസ് ലീഹായ്ക്ക് പട്ടത്വം ഇല്ലെന്ന് അദ്ദേഹം കൽപ്പന എഴുതി, സിംഹാസനം ഇല്ല എന്ന് അദ്ദേഹം കൽപ്പന എഴുതി. ഷിനോഷ് ആദ്യം സൂചിപ്പിച്ച വാക്കതാണ്, കൽപ്പന എഴുതി. അതുകൊണ്ട് പാത്രികീസന്മാർക്ക് തോമസ് ലീഹായുടെ ഒരു സ്നേഹവും ബഹുമാനം ഇല്ല എന്ന് പറയാം. അതൊരു എന്ത് പറയാ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കലഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാക്കാബാവയുടെ കൽപ്പനയിൽ പരിശുദ്ധ ഇഗ്നാത്യസ് ബാവ എഴുതിയിരിക്കുന്ന കൽപ്പന കൃത്യമായിട്ട് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ കാവൽ പിതാവ് നിങ്ങളെ മശിഹായിൽ ജനിപ്പിച്ചത് മോർ തോമസ് ലീഹായാണ്, അത് മറക്കരുത്. അത് അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ 4-ാം തുബ്ദേനും ഞായറാഴ്ച വിശുദ്ധ ആരാധന മധ്യേ നമ്മൾ വായിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, തോമസ് ലീഹായ്ക്ക് സിംഹാസനം ഇല്ലല്ലോ എന്ന് യാക്കോബ് ത്രീതിയൻ പാത്രികീസ് ബാവ പറഞ്ഞത് കൃത്യമാണ്. അത് പറഞ്ഞതിന്റെ കാരണം ഈ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു ഹൈറാർക്കി 1, 2, 3 എന്ന് എടുത്തു കാണിക്കാൻ തോമസ് ലീഹായുടെ പേരിൽ ഒരു ഹൈറാർക്കി സിസ്റ്റം മലങ്കരയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ തോമസ് ലീഹായ്ക്ക് സിംഹാസനം? ഇനിയിപ്പം 1995 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, തോമസ് ലീഹയുടെ സിംഹാസനം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അലഗോറിക്കൽ ത്രോൺ, ഒരു ആലങ്കാരിക സിംഹാസനമാണ്. അത് ഈ പറയുന്ന അപ്പോസ്തോലികൻ ഇപ്പൊ അന്ത്യോക്യയിൽ സ്ഥാപിക്കപ്പെട്ടതോ റോമിൽ സ്ഥാപിക്കപ്പെട്ടതോ എഫേസസിലുള്ളതോ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ളതോ അലക്സാൻഡ്രിയയിലുള്ളതോ ഒന്നും പോലെയുള്ള ഒന്നല്ല, മറിച്ച് നിങ്ങൾ അങ്ങനെ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങളത് അതെ തെളിവുകളൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് അതൊരു ഓണറിക് ടൈറ്റിൽ ആയിട്ട് ഒരു ആലങ്കാരിക സൂചകമായിട്ട് അതെ ബഹുമാനം, ഒരു ഓണറിക് ടൈറ്റിൽ. സത്യം ഈ ഓണറിക് ടൈറ്റിലിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പം പണ്ട് ഇതുപോലെ പറഞ്ഞിരുന്ന ഒരു ഓണറിക് ടൈറ്റിലാണ് മർത്തോമായുടെ ഇടവക.
നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മർത്തോമായുടെ ഇടവക. ഈ മർത്തോമായുടെ ഇടവക എന്ന് പറയുന്നതിന്റെ അർത്ഥം മാർത്തോമാ ശ്ലീഹായുടെ ഒറ്റ ഒരു ഭദ്രാസനം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പോലത്തെ ഒരു ഇടവക എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇടവക ഒരു പള്ളി. അപ്പൊ മാർത്തോമാ ശ്ലീഹായുടെ ഇടവക എന്ന് പറഞ്ഞാൽ മാർത്തോമാ ശ്ലീഹ ഇവിടെ ഏതെങ്കിലും ഒരു പള്ളിയെ മാത്രമല്ല, മാർത്തോമാ ശ്ലീഹായുടെ ചരിത്രത്തില് 7 പള്ളികളുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് മർത്തോമായുടെ ഇടവക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം മർത്തോമാ ശ്ലീഹായാലായ ജനിപ്പിക്കപ്പെട്ട ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ആ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ആൻ ഓണററി ടൈറ്റിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അലഗോറിക്കൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പദമാണത്. അത് സുപ്രീം കോടതി തന്നെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാക്കാണത്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്, അല്ലാതെ അന്ത്യോക്യയിലോ ഉള്ള പോലെയുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നതെന്ന് കോടതി പോലും പറഞ്ഞിരിക്കുന്ന വാക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ന്യായവിധിയുടെ സമയത്ത് മാർത്തോമാ ശ്ലീഹായ്ക്ക് സിംഹാസനം ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞതാണ്. നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ കാര്യമാണ് അത്. തീർച്ചയായിട്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. ന്യായവിധിയുടെ സിംഹാസനമുണ്ട്. അതെ അതെ, സിസ്റ്റം അല്ല. അതെ അതെ, പൗരോഹിത്യത്തെ ജനറേറ്റ് ചെയ്യാൻ പുരോഹിതന്മാരെയും മേൽപ്പെട്ടക്കാരെയും വാഴ്ചാക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എക്ലീഷ്യൽ പൊളിറ്റിയിൽ സിംഹാസനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു സിംഹാസനം ഇവിടെ ഇല്ലെന്ന്. അതെ, ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ റംബാംപാട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അങ്ങനത്തെ അതിന്റെ അകത്തൊക്കെ മാർത്തോമാ ശ്ലീഹ പൗലോയ്ക്കും കേപ്പായ്ക്കും കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വിശ്വസനീയമാണോ? അത് ഒരു 16-ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ ഒരു 15-ാം നൂറ്റാണ്ട് വരെ ഒന്നും ഇങ്ങനത്തെ സാധനങ്ങളില്ല. ഈ റംബാൻ പാട്ടൊക്കെ വന്നത് എപ്പോഴാന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വളരെ റേറ്റർ ജനറേഷൻസ് ആണ്, ഈ വളരെ അടുത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചില എഴുത്തുകളാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഈ പോർട്ടുഗീസുകാർ ഇവിടെ വന്ന സമയത്ത്, പോർട്ടുഗീസ് പേപ്പൽ മതം ഇവിടെ വന്ന സമയത്ത് അവര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഞങ്ങളാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ ഇവരതിനെ പ്രതിരോധിക്കാനായി ചെയ്തു വെച്ച ഒരു പാട്ടൊക്കെയാണ് ഈ പറയുന്നത്. മലയാള ഭാഷ തന്നെ രൂപീകൃതമാകുന്ന ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടൊക്കെ ആവുന്നതോടുകൂടിയാണ് മലയാളം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഒരു മലയാളം, അല്ലെങ്കിൽ ഒരു 200 വർഷത്തെ പഴക്കമാണ് നമുക്ക് ഇന്ന് കാണുന്ന മലയാളത്തിനുള്ളൂ. ഈ റമ്പാൻ പാട്ടിലെ മലയാളം ഒന്നും ഒത്തിരി പഴക്കമുള്ള മലയാളം ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ജനറേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം. അതിനൊന്നും നമുക്കൊരു ചരിത്ര സാധുത പറയാനായിട്ട് പറ്റത്തില്ല. അതിലൊക്കെ ഈ പറയുന്ന ചില വാക്കുകളൊക്കെ പറയുന്നതൊക്കെ ഇച്ചിരി ഭീകരമാണ്. കീപ്പായെയും പൗലോസിനെയും പട്ടം കിട്ടി എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ രസമുള്ളൊരു വാക്കുണ്ട്, കീപ്പ. ഈ കീപ്പ എന്നുള്ള വാക്ക് സുറിയാനിയാണ്. അപ്പോ സുറിയാനി സഭ ഇവിടെ നിലനിൽക്കുന്നതിൽ നിന്നാണ് ഈ കീപ്പ എന്നുള്ള പേര് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ പത്രോസ് എന്ന പേരാണ് നമ്മൾ സാധാരണ പറയുക. അപ്പോ തോമസ് ലീഹ പട്ടം കിട്ടിയെങ്കിൽ കൂടെയുള്ള പത്രോസിനെയും പത്രോസിന്റെ പേരിൽ ഒരാൾക്ക് പട്ടം കൊടുക്കാം, അല്ലെങ്കിൽ പൗലോസിന്റെ പേരിൽ പട്ടം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കീപ്പ എന്നാണ്. അപ്പൊ ഇതൊക്കെ പിന്നീട് ചരിത്രത്തിനോട് നമ്മൾ പണ്ട് മുതലേ ഉള്ളതാണ് എന്ന് കാണിക്കാനായിട്ടുള്ളതിന്റെ പേരിൽ പിന്നീട് ചമയ്ക്കപ്പെട്ട ഈ റമ്പാൻ പാട്ടിനെ ഒന്നും ഇപ്പോഴും ഒരു ഒഫീഷ്യൽ രേഖയായിട്ടൊന്നും എവിടെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇതിനുശേഷം പത്രോസിനെയും കീപ്പായെയും പൗലോസിനെയും വായിച്ചെങ്കിൽ പോലും ബാക്കിയുള്ളവരെ പറ്റി നമുക്ക് അറിയത്തുമില്ല. ഇല്ല, ഒരറിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ആദ്യമേ സൂചിപ്പിച്ചത്, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു ഹൈറാർക്കിയിൽ ഒരാൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പാന്തോനോസ് ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ക്നായിത്തൊമ്മായുടെ നേതൃത്വത്തില് ഉറഹായിൽ നിന്നും ഒരു യൗസഫ് മെത്രാപ്പൊലിത്ത ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ തന്നെ ഉണ്ടല്ലോ സിസ്റ്റം. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ പാളിച്ചകൾ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോ മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനം, ഈ നമ്മുടെ പഴയ പള്ളികളിലൊക്കെ, ചില പള്ളികളിലൊക്കെ ഈ സുറിയാനിയിൽ എഴുതിയിട്ടുണ്ട് മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തിൽ ആര് ഇരിക്കുന്ന മൊറിവാനിയോസ്. റാക്കാട് പള്ളിയിലെ ലിഖിതങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ പലയിടത്തും എഴുതിയിട്ടുണ്ട്. പലയിടത്തല്ല, വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹൈമോനൂസോയിലെ തന്നെ ഒരു ചർച്ചയില് അബ്ദുൾ മസീഹ പാത്രിക്കീസ് ബാവ രണ്ടാമത് ഇവർക്ക് ഇവിടെ മഫ്രിയാനേറ്റ് സ്ഥാപിച്ചതിന് ശേഷം ഒരു കൽപ്പനയില് പറയുന്നത് കുർസിയോദ് അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത സീറ്റ് ഓഫ് സെയിന്റ് തോമസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്തോ ശരിക്കും അങ്ങനെ പറയുന്നത്? ഒരു മാർത്തോമാ ശ്ലീഹ ഇവാനിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതെന്തുവാണത്? അത് ഈ സുറിയാനി ഭാഷ ഏറ്റവും പദസമ്പത്ത് കുറഞ്ഞ ഭാഷകളിൽ ഒന്നാണ്.
അപ്പൊ അതുകൊണ്ട് Yeah. നമ്മൾ ഈ സുറിയാനി ഭാഷയിലെ വാക്കുകൾ അങ്ങനെ തന്നെ നമ്മൾ കടമെടുക്കരുത്. ഞാനൊരു സുറിയാനി എക്സ്പേർട്ട് ഒന്നുമല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള കഴിവില്ലെങ്കിലും സുറിയാനി ഡിക്ഷണറി, നമ്മൾ പെയിൻ സ്മിത്തിന്റെ ഡിക്ഷണറി പരിശോധിച്ചാലും കുർസിയോൺ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുർസിയോ എന്ന വാക്ക് സുറിയാനിയിലെ കുർസിയോ എന്ന വാക്കിന് സീറ്റ് ഓഫ് എ ബിഷപ്പ് എന്നാണ് അർത്ഥം. സീറ്റ് ഓഫ് എ ബിഷപ്പ് എന്നാണ് അതിനകത്ത് മലയാളം തർജ്ജമ കൊടുത്തേക്കുന്നത്. ഈ സീറ്റ് ഓഫ് എ ബിഷപ്പ് എന്ന് പറയുന്ന ആ വാക്ക്, അതായത് ബിഷപ്പിന്റെ എപ്പിസ്കോപ്പയുടെ കസേര എന്നാണ് നമുക്ക് അതിന് അർത്ഥം കൊടുക്കാൻ പറ്റുക. ഈ എപ്പിസ്കോപ്പ എന്ന് പറയുന്നതും ബിഷപ്പ് എന്ന് മെത്രാപ്പൊലിത്ത എന്ന് പറയുന്നത് രണ്ടാണ്, ഒന്നല്ല. ഈ പദപ്രയോഗങ്ങൾ ഏതാണ്ട് അദ്ദേഹം യാക്കുത്രീൻ പാത്രീസ് പാവായുടെ കൽപ്പനയിൽ വരുന്നുണ്ട്. അദ്ദേഹം ഒരു എപ്പിസ്കോപ്പ പോലും ആയിരുന്നില്ല എന്ന് തോന്നുന്ന ചില പ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് കുർസിയോൺ എന്ന വാക്കിന് സത്യത്തില് ഒരു എപ്പിസ്കോപ്പായുടെ ഇടം എന്ന അർത്ഥമുള്ളൂ. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഗ്രീക്ക് വേർഡ് അല്ലെങ്കിൽ കത്തീഡ്ര എന്ന ലാറ്റിൻ വേർഡൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ, ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജിയോഗ്രഫിക്കൽ ഏരിയ, അത് ഈ പെയിൻ സ്മിത്തിന്റെ ഡിക്ഷണറി തന്നെ അത് പറയുന്നുണ്ട്. ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് എ ബിഷപ്പ് എന്നാണ്. ഭരണസീമ, ഒരു എപ്പിസ്കോപ്പായുടെ ഭരണസീമ എന്ന അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. സിംഹാസനം എന്ന് നമ്മൾ നേരത്തെ പറയുന്ന എക്ലീഷ്യൽ പോളിറ്റിയിൽ പറയുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇടവക അല്ലെങ്കിൽ ഭദ്രാസനം, അല്ലെങ്കിൽ തോമാസ് ലീഹായാൽ ജനിപ്പിക്കപ്പെട്ട വിശ്വാസികൾ താമസിക്കുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് അവിടെയെല്ലാം ഈ കുർസിയോൺ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു മർത്തോമയുടെ ഇടവകയുടെ അതിനെ നമുക്ക് സുറിയാനിയില് ഈ കുർസിയോൺ എന്നുള്ള പദം കൊണ്ടാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദം. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്, ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ പോലും വരുന്നത് 1912 അടുത്താണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ പ്രയോഗങ്ങളൊക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് അടുത്ത് മെത്രാങ്കശിയിലെ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു എഴുത്തില്, അല്ല അതും കഴിഞ്ഞാണ്. അപ്പം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്നൊക്കെ കാണിക്കുന്നത്, അത് കിടങ്ങന്മാർ ഫിലക്സിനോസ്, അദ്ദേഹം തൊഴിയൂർ സഭയുടെ മെത്രാപ്പൊലിത്തയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞാൻ തോമാസ് ലീഹയുടെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ അനുമതി നൽകുന്നത് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1800കളുടെ ലാസ്റ്റാണ്. അതിനു മുമ്പ് തോമാസ് ലീഹയുടെ സിംഹാസനം എന്നുള്ള ഒരു ചർച്ച പോലും നമുക്കില്ല. അപ്പോ ഇതൊക്കെ പിന്നീട് ഈ പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ആയിരിക്കാം എന്ന ഊഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ധാരണയിൽ ആളുകളെ നന്നായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിംഹാസനം എന്ന് നമ്മൾ ആദ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് രാജാവിരിക്കുന്ന സിംഹാസനം തന്നെയാണ്. പക്ഷെ എക്ലീഷ്യൽ പൊളിറ്റിക്ക് അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും ഇവിടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്നും ഒരാളും പഠിപ്പിക്കില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തോമാസ് ലീഹായോടുള്ള വ്യക്തിപരമായ നമ്മുടെ അടുപ്പം, അദ്ദേഹമാണ് നമ്മളെ ജനിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് അതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. അത് പലരും ഉണ്ട്, ഒരാളൊന്നുമല്ല, പലരും അത് ചൂഷണം ചെയ്യുവാണ്. പല സഭകളും അത് ചൂഷണം ചെയ്യുന്നുണ്ട്. ചൂഷണം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തോമാസ് ലീഹായുടെ നമ്മുടെ അപ്പനാണ് തോമാസ് ലീഹ. അപ്പം നമ്മുടെ അപ്പന് പൗരോഹിത്യം ഇല്ലെന്നോ അല്ലെങ്കിൽ സിംഹാസനം ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്നതിനെ വളരെ ഭംഗിയായിട്ട്, അതൊരു വൈകാരിക പ്രശ്നമാണ്, ആ വൈകാരിക പ്രശ്നത്തെ വളരെ ഭംഗിയായിട്ട് ചിലരെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഉപയോഗിക്കുക എന്നുള്ള പദം തന്നെയാണ് അതിന് നല്ലത്. അതൊരു ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലൂടെ ഉപയോഗിക്കേണ്ട വാക്കാണ്. അങ്ങനെ അതിനെ ഉപയോഗിച്ച് ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളത് ബോധപൂർവമായ ഒരു പരിശ്രമമാണ്. ഇത് പറയുന്ന ആളുകൾക്കും അറിയാം സിംഹാസനം എന്ന വാക്കിന്റെ അർത്ഥം ഈ പറയുന്ന പോലെ ഒരു കസേര എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അതൊരു സിസ്റ്റത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ്, ഒരു സിസ്റ്റം ഇറക്റ്റ് ചെയ്യുന്നതിനെയാണ് സിംഹാസനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയുന്നവർക്കും അറിയാം. പക്ഷേ മർത്തോമാ ശ്ലീഹായുടെ പേര് പറഞ്ഞ് ശ്ലീഹായെ പോലും ഇവിടത്തെ മലങ്കരയിലുള്ള സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഉള്ളിൽ നിന്ന് ശ്ലീഹായ്ക്കെതിരായിട്ട് പോലും ചിന്തിപ്പിക്കാവുന്ന തരത്തിൽ ശ്ലീഹന്മാരുടെ പേര് പറഞ്ഞ് ബോധപൂർവം ചില തല്ലുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഷിനോഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ്. യാക്കോത്രീൻ പാത്രീസ് ബാവ തിരുമനസ്സുകൊണ്ട് അയച്ച ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു കത്ത്, ആ കത്തിനെ ചൊല്ലി ഭയങ്കര വിവാദം നടക്കണേ. അപ്പം ഏത് കോണ്ടെക്സ്റ്റിലാണ് ബാവ അങ്ങനെ ഒരു കത്ത് മലങ്കരയ്ക്ക് അയച്ചത് എന്നുള്ളത് ഇവിടെ ചർച്ചയല്ല. പെട്രിയർക്കേറ്റിലേക്ക് ഇവിടെ നിന്ന് ഒരു ലെറ്റർ പോയതിന്റെ പ്രൊവോക്കേഷൻ ആയിട്ടായിരിക്കാം മിക്കവാറും ബാവ ഇങ്ങോട്ട് അയക്കുന്നത്. അതിൽ ഏറ്റവും വലിയ രസം, ബാവ എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ഒരു ഇന്റലക്ച്വൽ ജയന്റ് ആണ്.
അതുപോലെ തന്നെയായിരുന്നു അന്ന് ഇവിടെ ഔഗൻ കാതോലിക്ക ബാവായും. അദ്ദേഹവും സുറിയാനി പാണ്ഡിത്യമുള്ള, എനിക്ക് തോന്നുന്നു 17-19 വയസ്സിലെ ഷീമയ്ക്ക് പോയി അവിടെ ജീവിച്ച് അവിടുത്തെ രീതികളെല്ലാം പഠിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനും സുറിയാനി ഭാഷയിലെ എല്ലാ പ്രയോഗങ്ങളെ കുറിച്ചും അറിയാം. ഹൈമനത്തുള്ളതിന് മുമ്പ് നടന്ന ഒരു ചർച്ചയില് ബഹുമാനപ്പെട്ട പൂതിയോട്ടച്ചനും അതുപോലെ ജോൺ ഫിലിപ്പ് സാറും അവര് തമ്മിൽ നടത്തിയ ഒരു ജോൺ നരേക്കാട്ട് ജോൺ സാറും കൂടി നടത്തിയ ജോൺ നരേക്കാട്ട് അവര് നടത്തിയ ഒരു ചർച്ചയില് ജോൺ സാർ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെയുള്ളവർ പറയുന്ന ഒരു മുൻപുണ്ടായിരുന്ന സഭാ യോജിപ്പിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായെ നമ്മൾ വൃദ്ധൻ പുന്നൂസ് എന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് മെത്രാങ്കശിക്കാർ പറയുന്ന ഒരു വലിയ കാര്യം, വൃദ്ധൻ പുന്നൂസ്. അപ്പോ ജോൺ സാറ് പറയുന്നത് ഈ വൃദ്ധൻ പുന്നൂസ് എന്ന് പറയുന്നത് ഒരു കളിയാക്കി വിളിക്കുന്ന പേരല്ല. ഷെമോൻ സോബോ എന്ന്, വൃദ്ധനായ ഷെമോൻ എന്ന് പണ്ട് കർത്താവിനെ കൈകളിൽ എടുത്ത ആ ഷെമോന് കൊടുത്തിരുന്ന ഒരു ആദരമായിട്ട് അന്ന് സുറിയാനി സഭയിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രേസാണ്. അതുപോലെ അവിടെയുള്ളവര് ശീമക്കാരായിട്ടുള്ള പിതാക്കന്മാര് ബഹുമാനത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ കണ്ടിരുന്നത്, ഈ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയെ. അപ്പൊ അദ്ദേഹത്തെ അവർ വിളിച്ചിരുന്ന ഒരു പേരാണ്, ബഹുമാനത്തോടെ വിളിച്ച പേരാണ് ഈ പറയുന്ന പുന്നൂസ് സോബോന്നോ അല്ലെങ്കിൽ വൃദ്ധനായ പുന്നൂസ് എന്ന് വിളിച്ചിരുന്ന പേര്, ഷെമോൻ സേബോ പോലെ. പക്ഷേ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഇവിടെ ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു. കണ്ടോ, നമ്മുടെ കാതോലിക്ക ബാവയെ വൃദ്ധൻ പുന്നൂസ് എന്ന് വിളിച്ച് അവർ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഇതേ ടെക്നിക്സ് ആണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപയോഗിക്കുന്ന എക്ലീഷ്യാസ്റ്റിക്കൽ ടെർമിനോളജീസ് എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്, അതിന്റെ അർത്ഥം പഠിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതറിഞ്ഞിട്ടും അതറിയാത്ത വിധത്തിൽ ഛിദ്രം ഉണ്ടാക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഇവിടെ ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ മർത്തോമായുടെ ഇടവക എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ മർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ജനത്തിന്റെ സമൂഹത്തിന്റെ അധ്യക്ഷൻ എന്ന അർത്ഥത്തിലാണ് കൂർസിയോൺ ദ മൊർത്തോമോ എന്നൊക്കെ ഈ പഴയ എഴുത്തുകളിൽ നമ്മൾ കാണുന്നത്, അല്ലാതെ ഈ പറയുന്ന സിംഹാസന അർത്ഥത്തിലല്ല. ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള സിംഹാസനം അല്ല. ഇടവക, അതെ ആ അർത്ഥത്തിൽ മർത്തോമായുടെ ഇടവക, മർത്തോമായുടെ ഭദ്രാസനം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അച്ഛാ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇച്ചിരി ഒരു വല്ലാത്തൊരു ചോദ്യം. നമുക്ക് എന്തുകൊണ്ടാണ് യാക്കോബായക്കാർക്ക് മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലാത്തത്, അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ ചോദ്യമാണെന്ന് അറിയാം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മാർത്തോമാ ശ്ലീഹയുടെ ഒരു പിന്തുടർച്ച നമുക്ക് അവകാശപ്പെടാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്ലീഹന്മാരുടെ അല്ലെങ്കിൽ ഒരു പിൻഗാമികളുടെ എണ്ണം നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഷിനോഷ് എപ്പോഴെങ്കിലും ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാതോലിക്കേറ്റിന്റെ 100-ാം വർഷം 108-ാമത്തെ വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേനും ഇവര് ഫേസ്ബുക്കിലൊക്കെ കുറച്ച് പേര് മാർത്തോമാ ശ്ലീഹയുടെ ഒരു ശ്രേണി ഏതാണ്ട് 190 അങ്ങനെ ഏതാണ്ട് ഇതുവരെ ഇവരിപ്പം അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിലുള്ള അതായി മാറി ആ ഒരു ഇതാണ് ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതും ഒക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവോ, എന്താണത് അങ്ങനെ ഉദ്ദേശം? അതായത് മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ മേഖലയായിട്ട് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് പ്ലേസ് ആയിട്ട് അറിയപ്പെടുന്നത് പ്രധാനമായും പേർഷ്യയാണ്. പേർഷ്യയില് അദ്ദേഹത്തിന്റെ പേരില് അദ്ദേഹം അവിടെ സുവിശേഷം അറിയിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് പേർഷ്യയില് ഒരു മോർ ആദായി അല്ലെങ്കിൽ തദ്ദേവൂസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ, അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ അദ്ദേഹത്തിന്റെ സഹോദരനായിരിക്കുന്ന മോർ അദായിക്ക് ശേഷം മോർ അഗ്ഗായി എന്ന് പറയുന്ന അദ്ദേഹം, അതിനുശേഷം മാറി, അതുപോലെ ശേഷം അബ്രിസ് എന്ന് പറയുന്ന പിതാവ്. അങ്ങനെ ഏതാണ്ട് ഒരു 600 വർഷക്കാലം നമ്മുടെ ഹൈമനത്തോടെ തന്നെ ഒരു ഗ്രൂപ്പില് ഈ പേർഷ്യൻ ചർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗം, അതിൽ ഞാനൊരു ക്ലാസ് ക്രമീകരിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പേർഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നമ്മളെ ഇറാൻ, ഇറാഖൊക്കെ ഉൾപ്പെടുന്ന, അത് പഴയ പാകിസ്ഥാൻ വരെ കിടക്കുന്ന, ലാഹോറൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രൊവിൻസ് ആണ് പേർഷ്യൻ സാമ്രാജ്യം. അപ്പൊ അവിടെ സുവിശേഷം അറിയിച്ചത് തോമാ ശ്ലീഹായാണ്. തോമാ ശ്ലീഹായ്ക്ക് ശേഷം അവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അദായി ശ്ലീഹ, അഗ്ഗായി, മാറി എന്ന് പറയുന്നവര് ഏതാണ്ട് ഒരു 400-500 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പിൻഗാമികളായി പിന്നീട് മാറിയവര്, അതായത് ഈ എഫെസസ് സിനഡ് കഴിയുന്നതോടുകൂടി കുറെ പേര് നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ അതുവരെ അന്ത്യോക്യൻ സിംഹാസനത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഈ തോമാ ശ്ലീഹയുടെ പിൻഗാമികൾ എന്ന് പറയുന്ന ഇവര്. എങ്കിൽ പോലും
നെസ്തോറിന്റെ കാലഘട്ടത്തോടുകൂടി നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് അവർ വന്നതോടുകൂടി അവര് സഭയുടെ ശ്രേണിയിൽ നിന്ന് മാറ്റപ്പെടുകയും അവരൊരു സെപ്പറേറ്റ് വിങ്ങായി നെസ്തോറിയന്മാർ എന്ന പേരിൽ അവർ മാറ്റപ്പെടുകയും ചെയ്തു. അത് ഇന്ന് കാണുന്ന അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന കൽദായ സുറിയാനി സഭ, കിഴക്കന്റെ കൽദായ സുറിയാനി സഭ എന്നറിയപ്പെടുന്ന സഭയാണ്. ആ സഭാ ശ്രേണിയാണ്. ആ സഭയുടെ ശ്രേണിയിലെ പിതാക്കന്മാരെ ആണ് ഇപ്പോ ഈ പുറത്തു വന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവർ. അത് ബാർബ്രായയുടെ വളരെ രസകരമാണ്. അതെ 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 ബാർബ്രായയുടെ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഈ പേർഷ്യയിലെ അവരെ വിളിച്ചിരുന്ന പേരാണ് കാതോലിക്ക എന്നുള്ളത്. എന്നാൽ ഈ കുറെ പേര് പേർഷ്യയിലെ ഈ നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് പോയെങ്കിലും അതിലപ്പുറം ആളുകൾ ഈ വിശ്വാസത്തിൽ തന്നെ, ഈ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു വന്നു. അവർക്ക് വേണ്ടിയിട്ട് പിന്നീട് പാത്രിയർക്കീസ് ബാവ വാഴിച്ചു കൊടുക്കുന്ന സ്ഥാനമാണ് മഫ്രിയാൻ എന്ന് പറയുന്നത്. മഫ്രിയാന അഹദൂമ മുതൽ മാറൂഥ മുതലൊക്കെയുള്ള ഏതാണ്ട് AD 600 അടുത്ത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം രൂപപ്പെട്ടു. പേർഷ്യയിൽ തന്നെ 2 സിസ്റ്റം ഉണ്ടായി. ഒന്ന് നെസ്തോറിയൻ വിശ്വാസത്തിൽ വരുന്ന കാതോലിക്കന്മാരും മറ്റൊന്ന് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ വരുന്ന മഫ്രിയാനമാരും, 2 പേരും ഉണ്ടായി. ഇതില് ഈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നെസ്തോറിയൻ വിശ്വാസത്തിൽ വരുന്ന ആളുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇവര് മാർത്തോമാ ശ്ലീഹയുടെ പിൻഗാമികളാണ് എന്ന്. അങ്ങനെ കാണിച്ചു വരുന്ന ലിസ്റ്റ് വന്ന് അവസാനിക്കുന്നത് 1653-54 കാലഘട്ടത്തില് ഇവിടെ തദ്ദേശീയമായിട്ട് ഒരു മെത്രാപ്പൊലിത്തയായിട്ട് ആദ്യം വാഴിക്കപ്പെടുന്ന മർത്തോമ ഒന്നാമൻ അർക്കദിയോക്കോനെ എടുത്ത് മർത്തോമ ഒന്നാം. അപ്പം ആ ഹൈറാർക്കി അവിടെ അവസാനിക്കുന്നൊന്നുമില്ല. ആ ഹൈറാർക്കി ഈ പേർഷ്യൻ സഭയില് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചില് നെസ്തോറിയൻ സഭ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ പഴയ ഈസ്റ്റേൺ പാരമ്പര്യത്തിലുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് കൽദായ സഭയിൽ ആ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർക്ക് 1651 ശേഷം വീണ്ടും അവർക്ക് അവരുടെ തലവനെ വിളിക്കുന്ന പേര് കാതോലിക്കോ പാത്രിയർക്കീസ് എന്നാണ് അവരവരുടെ തലവനെ വിളിക്കുന്നത്. ആ തലവൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ശ്രേണിയിൽ 2 പിതാക്കന്മാരുണ്ട്. ഒരാള് അമേരിക്കയിലുണ്ട്, ഒരാള് ബാഗ്ദാദിലുണ്ട്. ആ ശ്രേണി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോവാണ്. പക്ഷെ ഇത് എവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് നമുക്ക് മർത്തോമൻ ഒന്നാമൻ ഉണ്ടായ കാലത്ത് നമ്മൾ അവരുടെ ഇത് ബ്രേക്ക് ചെയ്ത് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ് തുടരുന്നു എന്ന് പറയുന്നത് അതൊരു ലോജിക്കില്ലാത്ത കാര്യമാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1600-കളില് നമ്മുടെ മാർത്തോമ ഒന്നാമനെ വാഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കൈവെപ്പ് സാധുവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് വേറെ ഒരു ലെറ്റർ ഒക്കെ എഴുതുന്നുണ്ടല്ലോ. കൈവെപ്പ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർത്തോമാ ശ്ലീഹ തൊട്ട് ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റിന്റെ ഈ ഹെഡ് ഒക്കെ നമ്മുടെ തലവന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്ക് എഴുതേണ്ട കാര്യമില്ലായിരുന്നു. പിന്നീട് അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവ വന്നിട്ടാണ് ഇവരുടെ കൈവെപ്പുകൾ ഉറപ്പിക്കുന്നത്, സാധുത കൊടുക്കുന്നത്. അതെ അതെ ഇതൊക്കെ ഒരു ജസ്റ്റ് ആളുകളുടെ കണ്ണയിൽ പൊടിയിടുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തെ അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് ഈ സോക്കോൾഡ് സിംഹാസനത്തെ അംഗീകരിക്കാൻ പറ്റുമല്ലാത്തത് ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു ചരിത്രമാണ്. അതുകൊണ്ടാണ് നമുക്കത് അംഗീകരിക്കാൻ പറ്റുമല്ലാത്തത്. അതെ അതെ ഒരു സിസ്റ്റം എന്ന നിലയിൽ നമുക്ക് അതിനെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പറ്റത്തില്ല. പിന്നെ വെച്ചാൽ നമ്മുടെ ഒരു പ്രമാദമായിട്ടുള്ള ഒരു കൽപ്പന, അതിനെപ്പറ്റിയാണ് അടുത്ത ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ ആൾക്കാരെല്ലാം ആഗ്രഹിക്കുന്നതുമാണ്. അതിനെപ്പറ്റി ഒരു അതിന്റെ ഒരു അവയർനെസ് നമുക്ക് വേണം. എന്താണെങ്കിലും മാർത്തോമാ ശ്ലീഹ മെത്രാൻ പോയിട്ട് കപ്പ്യാര് പോലും അല്ലായിരുന്നു എന്നാണ് പരിശുദ്ധ യാക്കൂബ് പാത്രിയർക്കീസ് ബാവ ഒരു എഴുത്തയച്ചത്. അതിനെപ്പറ്റി അച്ഛന്റെ എന്തായിരിക്കും, എങ്ങനെ എഴുതാൻ ഒരു കാരണം എന്തായിരിക്കും? അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു പരിശുദ്ധ പാത്രിയർക്കീസ് ഇങ്ങനെ ഒരു കൽപ്പന എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? അറിയാൻ മേലാത്ത ആളൊന്നും അല്ലല്ലോ. അതെ, ഇവര് 2 പേരും ഇന്റലക്ച്വൽ ജയൻസ് ആയിരുന്നു. 2 പേർക്കും ആരാധനയെക്കുറിച്ചും ആരാധനാ സാങ്കത്യത്തെക്കുറിച്ചും പിന്നെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നല്ല അവബോധമുള്ള ആളുകളാണ് 2 പേരും. അവര് തമ്മിൽ നടത്തിയ ഒരു പേഴ്സണൽ കത്തിടപാടാണ് ഈ പറയുന്നത്. അത് പിന്നീട് പുറത്തിറക്കി എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത, ഇപ്പൊ ഞാനും ഷിനോഷും തമ്മിൽ നടത്തുന്ന ഒരു പേഴ്സണൽ ഡിസ്കഷൻ ഒരിക്കലും അത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യരുത്. ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു ശരിയായ നടപടിയല്ല. അതിന് മലയാളത്തിൽ പല പേരുകൾ വിളിക്കും, അത് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് പുറത്ത് വിടരാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ ഈ ഒരു കാര്യം സൂചിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കാം യാക്കൂബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ തിരുമനസിന് ഇത്രമാത്രം ഒരു ദേഷ്യം, അല്ലെങ്കിൽ മാർത്തോമാ ശ്ലീഹായെ സംബന്ധിച്ച് ഇത്രമാത്രം ദേഷ്യം വരുത്തുവാൻ തക്കവണ്ണം ഒരു കത്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ കത്ത് അവിടെ ചെന്ന് ആ കത്തിന്റെ റിഫ്ലക്ഷനാണ് ബാവ തിരുമനസ് കൊണ്ട് ഇങ്ങോട്ട് എഴുതിയ മറുപടി. അപ്പോ ഇവിടെ നിന്ന് പോയ കത്ത് ഇതുവരെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം, അതാണ് സിംഹാസനത്തിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്.
കാര്യം എന്നെ കുത്തി നോവിക്കാനാണ് ഈ കത്ത് എഴുതിയത്, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയായിരുന്നു എങ്കിൽ പോലും ഇത് കാരണം കൊണ്ടാണ് എന്ന് പറയാൻ സിംഹാസനത്തിൽ നിന്ന് ഇതുവരെ പരിശുദ്ധ പത്രിക ബാവമാർ ആരും ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത് പുറത്തു വിട്ടിട്ടില്ല. അത് സിംഹാസനത്തിന്റെ ക്രെഡിബിലിറ്റി അതാണ്, അവിടുന്ന് പുറത്തു വിട്ടില്ല. ഇവരെ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങള് അതിന്റെ മീനിങ് എന്താണെന്ന് ബാവമാർക്ക് അറിയായിരുന്നു, ഓരോ കാലങ്ങളിൽ വന്ന പത്രിക ബാവമാർക്ക് അറിയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, തോമാസ് ശ്ലീഹായുടെ ആചാരത്വ നൽവരത്തെ സംബന്ധിച്ചൊരു തർക്കം പൗരസ്ത്യ ഇടങ്ങളിലൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിശദമായ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് യാക്കൂബിനെ പോലെ, ശ്രൂഗിലെ ആണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഞാൻ കൃത്യം ഇപ്പം അത് ഓർക്കണില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ ഈ തോമാസ് ശ്ലീഹായുടെ പട്ടത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് പട്ടത്വം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു ശ്രുതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിപ്രായം അവർക്കിടയിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശത്ത് ഒരു തർക്കമായിട്ട് അന്ന് നിലനിന്നിരുന്നു. ഇതൊരു പഴഞ്ചൊല്ലായിരിക്കാം, ഒരു ഫ്രേസ് ആയിരിക്കാം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വൃദ്ധൻ പുന്നൂസ് എന്ന് വിളിച്ച് ആ ബാവായെ അപമാനിച്ചു എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു ഫ്രേസ് ആയിരിക്കാം. ആ ഫ്രേസ് ആണ് ശരിക്കും യാക്കോബ് പാത്രീസ് ബാവ ഈ കൽപ്പനയിൽ കോട്ട് ചെയ്യുന്നത്. ആ കോട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഔഗേൻ കാതോലിക്ക ബാവ. അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു, എന്ത് അർത്ഥത്തിലാണ് ബാവ അത് പറഞ്ഞത് എന്നുള്ളതും എന്താണ് അതിന്റെ മൂല്യം, അതിന്റെ ബാക്കിലുള്ള ഹിസ്റ്ററി എന്താണെന്നുള്ളത്. അത് ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഷൂഗിലെ മറി യാക്കോബിന്റെ എഴുത്തുകളൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യണം. അതിനകത്ത് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെന്നാണ് അറിവ്. എനിക്ക് സുറിയാനി ഭാഷ അത്ര പിടിയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് പല എഴുത്തുകാരും അല്ലെങ്കിൽ ചരിത്രകാരന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുകൾ നടത്തണം. ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന ഒരു അഭിപ്രായമാണ് ബാവ ഇങ്ങോട്ട് ഔഗേൻ കാതോലിക്കായ്ക്ക് അയച്ചത്. പക്ഷെ അതാണ് ഇത്രമാത്രം ഈ ആളിക്കത്തിക്കുന്ന വിധത്തിലേക്ക് ഒരു വികാരമാക്കി മാറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില വാക്കുകൾ ഒരുപക്ഷെ ഈ സംഗതി രണ്ടുപേർക്കും അറിയാമായിരുന്നു. രണ്ടുപേർക്കും തീർച്ചയായിട്ടും രണ്ടുപേർക്കും അറിയാവുന്ന വസ്തുതയാണ്, രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതൊരു പേഴ്സണൽ ലെറ്റർ ആണ്. ഔഗേൻ കാതോലിക്ക ബാവായിക്ക് യാക്കോബ് പാത്രീസ് ബാവ തിരുമനസ്സുകൊണ്ട് അയക്കുന്ന ഒരു പേഴ്സണൽ കൽപ്പനയാണ്. അത് പുറത്താക്കി ഇതിനു മാത്രം ബാവായെ പോലും മലങ്കര സഭയിലെ ആളുകളെ രണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ദുരുപയോഗം ചെയ്ത ഒരു കൽപ്പനയാണ് ആ കൽപ്പന. പൊതുവിൽ എഴുതിയ കൽപ്പനയുള്ള ഒരു പേഴ്സണൽ ലെറ്റർ ആണ്. അതുപോലെ അതിന്റെ കൗണ്ടർ പാർട്ട് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് എന്താണ് ഇദ്ദേഹം അങ്ങോട്ട് എഴുതി അയച്ചിരിക്കണേ എന്നുള്ളത് അറിയില്ല. അതൊരു കൽപ്പനയായിട്ട് അവിടെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പല കൽപ്പനകളും ഇവിടെ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന കൽപ്പനകളുടെയൊക്കെ പ്രശ്നം, നമുക്ക് യോജിക്കുന്ന വിധത്തിൽ, നമുക്ക് ആവശ്യമായ വിധത്തിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഇത് പഠിപ്പിക്കുന്നത്. ഈ മാനിപ്പുലേറ്റ് ചെയ്തുള്ള പഠിപ്പിക്കലാണ് ആളുകളെ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നൊക്കെ ഇതിനു വേണ്ടി അകറ്റാനായിട്ട് പരിശ്രമിക്കുന്നത്. ഈ ഒരു കലഹത്തിന്റെ വിത്ത് ഇതിനകത്ത് ഇടണം, നിർബന്ധപൂർവ്വം ഇവിടെ കലഹിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ആർക്കൊക്കെയോ ചില നിർബന്ധങ്ങളുണ്ട്. ആ നിർബന്ധത്തിന്റെ പുറത്താണ് പരിശുദ്ധ സിംഹാസനത്തെ ഇത്രമാത്രം അപമാനിപ്പിക്കാനും അവഹേളിക്കാനും ഒക്കെ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പല മറുകക്ഷിയിലെ പല ആൾക്കാരുടെയും സംസാരം, ബിഷപ്പുമാരിൽ നിന്ന് പോലും നമ്മൾ കേൾക്കുന്നത് യാക്കോബ് ബാവയുടെ പരിശുദ്ധ പിതാവിന്റെ ഈ കൽപ്പനയെ പറ്റിയാ. അന്ന് തൊട്ടുള്ള കൽപ്പന മാറണമെന്നാ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോഴത്തേനും ശരിക്കും ഒരു സ്പർദ്ധ വളർത്താൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ കാരണം എന്താന്ന് ബോധപൂർവം ഇതിന് ഒരു തർക്ക വിഷയമായിട്ട് അവര് മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, ഇവിടെ തർക്കം കണ്ടിന്യൂ ചെയ്ത് പോകണം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം, പരിശുദ്ധ സിംഹാസനത്തെ എപ്പോഴും കടലിന് അക്കരെ നിർത്തണം എന്നൊരു ആഗ്രഹം ബോധപൂർവമുള്ള ആളുകൾ ഇപ്പോഴും ഈ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നു. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഇല്ല എന്ന് ഒരു 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അത് ഇല്ലാതെ ആയിത്തീരും. അങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് ഇവര് തന്നെ കൊണ്ടുവരുവാണ്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കൽപ്പന അതെ, നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. അതൊരു പേഴ്സണൽ ലെറ്റർ ആണ്, അതൊരു കൽപ്പനയല്ല. തോമസ് പുതിക്കോട്ട് കുരുവിള വ്യക്തിപരമായ ഒരു കത്താണ്. അതിനെയാണ് ഇത്രമാത്രം പ്രശ്നമാക്കി. അതായത് നമ്മൾ തമ്മിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഗ്രിഗറച്ചനും തമ്മിൽ എഴുതിയ ഒരു എഴുത്ത്
മൂന്നാമതൊരാൾ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെ അതെ അയാൾ പറയുക ഞാൻ മാപ്പ് പറയണമെന്ന്. എന്തോ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. അതെ, അതാണ് പ്രശ്നം. നമുക്ക് ഇതിൽ രണ്ടുപേർക്കും കക്ഷിയല്ലാത്ത ഒരാളാണ് ഈ പ്രശ്നമില്ല. അഭിപ്രായങ്ങളൊക്കെ അതെ രേഖപ്പെടുത്തുന്നത്. അതെ 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 മൂന്നാമതൊരാളാണ് അതെ അതെ. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ മാർത്തോമാ സ്ലീഹായ്ക്ക് ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ ഇരുന്നോട്ടെ, ഈ സിംഹാസനം ഉണ്ടെന്ന് തന്നെ ഇരുന്നോട്ടെ, അത് നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? നമ്മുടെ കേരളത്തിലെ സഭയ്ക്ക് എന്തെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? ഞാൻ ആദ്യമേ പറയാണ്, മാർത്തോമാ സ്ലീഹായ്ക്ക് ഈ പറയുന്ന സോക്കോൾഡ് ഒരു സിംഹാസനം ഇവിടെ ഇല്ല. അതിനിപ്പോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. അത് അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ വരട്ടെ. അതായത് തോമസ് ലീഹായ്ക്ക് ശേഷം ഈ കാലയളവ് വരെ ഇപ്പൊ നമുക്ക് 124 എന്ന് പറയാവുന്ന വിധത്തില്, അല്ലെങ്കിൽ ഓരോ സഭകൾക്ക് അവരവരുടെ ഹൈറാർക്കി പറയാവുന്ന വിധത്തില് തദ്ദേശീയരായിട്ടുള്ള മലയാളികളായിട്ട് പേരിലെങ്കിലും ഒരു മലയാള തനിമയുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് പുതിയത് ഇനി അടിച്ചിറക്കേണ്ടി വരും. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിറക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പേരുകളെങ്കിലും നമുക്ക് കണ്ടെത്താൻ നോക്കാം. ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്ത്യോക്യ സിംഹാസനത്തിനെ ഇതിനു വേണ്ടി മുറുകെ പിടിക്കുന്നത്? അതാണ് നമ്മുടെ ഒരു ചോദ്യം. അതിനൊറ്റ കാരണമുള്ളൂ. മാർത്തോമാ സ്ലീഹായോട് സ്ലീഹയാണ് നമ്മുടെ അപ്പൻ, സ്ലീഹയാണ് നമ്മളെ ജനിപ്പിച്ചത്. പക്ഷേ ആ ജനിപ്പിച്ച അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള മുഴുവൻ പരിശ്രമവും നടത്തിയത് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നാണ്. നമുക്ക് എങ്ങനെയാണ് സിംഹാസനത്തെ നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുക? അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഹിദായത്തുള്ള അഹത്തുള്ള എന്ന് നമ്മൾ പറയുന്ന ഹിദായത്തുള്ള ബാവ, അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി നമ്മളിങ്ങനെ പറഞ്ഞു കേട്ട പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ഒരു ബയോഗ്രഫി ഉണ്ട്. അദ്ദേഹം കൊച്ചിയിലെ കായലില് മട്ടാഞ്ചേരിയിൽ വന്ന് കപ്പൽ അടുത്തപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് 25,000-ഓളം സൈനികര് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ ചെന്നു. സൈനികർ അവിടെ ചെന്ന് ബാവായെ പിടിച്ച് രക്ഷപ്പെടുത്തും എന്നുള്ള നില വന്നപ്പോൾ പോർട്ടുഗീസുകാർ ഇദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. കാരണം ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും, ജീവനോടെ ഒരു കൈയെങ്കിലും മലങ്കര സഭയ്ക്ക് കിട്ടിയാൽ അവരിവിടെ സഭ പൂർവാധികം ശക്തി പ്രാപിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട്. അപ്പൊ ബാവായെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ബാവയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങക്ക് എന്താണ് അവസാനത്തെ ആഗ്രഹം? ലാസ്റ്റ് വിഷ്, കൊല്ലാൻ പോവാണ്. അപ്പൊ പറഞ്ഞത്, എനിക്ക് എൻ്റെ മക്കൾ ജീവിക്കുന്ന മണ്ണ് ചുംബിച്ചു മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവസാനത്തെ ആഗ്രഹമാണ്. എൻ്റെ മക്കൾ ജീവിക്കുന്ന മണ്ണ് ചുംബിച്ചു മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ആ മണ്ണൊന്ന് തൊടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതില് കുപിതനായിരിക്കുന്ന പോർട്ടുഗീസുകാര് ഈ കൊച്ചിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ബാവായുടെ വായ്ക്കകത്ത് കുത്തി നിറച്ച് വാ മൂടിക്കെട്ടി ബാവായുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി മട്ടാഞ്ചേരി കായലിൽ താഴ്ത്തിക്കളഞ്ഞു. അതാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസം. അപ്പോ ആ മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഈ പറയുന്നത്. എൻ്റെ മക്കൾ ജീവിക്കുന്ന മണ്ണൊന്ന് ചുംബിച്ച് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ശീമയിൽ നിന്ന് വന്ന ഈ പിതാക്കന്മാരില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ കാണുന്ന ഏത് പത്രാസാണ് നമുക്ക് പറയാനായിട്ടുള്ളത്? എന്താ നമുക്ക് പറയാനായിട്ടുള്ളത്? എന്തിനെ പിടിച്ചാണ്, എന്ത് ബേസ് ചെയ്താണ് നമ്മൾ ഈ മാതിരി അംഗങ്ങൾ നടത്തുന്നത്? ഇപ്പം അവർക്കൊന്നും വേണ്ട. ഞാനിവിടെ പരിശുദ്ധനായ അബ്ദുൽ ജലീൽ ബാവയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്. 19 മാസത്തോളം അദ്ദേഹം പൊന്നാനിയില് വേഷപ്രച്ഛന്നായി വന്നിട്ട് ഒരു അറബി വിദ്യാലയത്തിൽ, മദ്രസയിൽ അറബി പഠിപ്പിച്ച് ജീവിച്ചു. കാരണം സുറിയാനി ക്രിസ്ത്യാനികളെ കണ്ടിട്ടില്ല അദ്ദേഹം. അവർക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഊർസുലേമിന്റെ പത്രീസാന്ന് ആലോചിക്കണം. അദ്ദേഹമാണ് ഇവിടെ വന്ന് മലങ്കര സഭയ്ക്ക് വേണ്ടി മക്കൾക്ക് വിശ്വാസം പഠിപ്പിക്കാനായിട്ട് വന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സാധനം പോലും, അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുവന്നതിൽ ഒരു വസ്തു പോലും അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം വിൽക്കുന്നില്ല. അദ്ദേഹം ഇവിടെ അറബി പഠിപ്പിച്ച് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പൊന്നാണയമാണ് കിട്ടുന്ന ശമ്പളം. അപ്പോൾ വടക്കൻ പറവൂർ പള്ളിയിലേക്കൊക്കെ അദ്ദേഹം പിന്നീട് വരുമ്പോൾ അദ്ദേഹത്തെ പൊന്നാനിയിൽ പോയി സുറിയാനി ക്രിസ്ത്യാനികൾ കണ്ട് അദ്ദേഹത്തെ ആഘോഷപൂർവ്വം മലങ്കരയിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം മലങ്കരയ്ക്ക് കൊടുത്ത ആ പട്ടികയിൽ 19 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്ന പറഞ്ഞത്. അതായത് ഒരു മാസം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നാണയമാണ് ശമ്പളമായിട്ട് കിട്ടിയ ആ നാണയം പോലും അദ്ദേഹം മലങ്കര സഭയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഷിനോജെ, ഇവരെന്ത് ഭക്ഷിച്ച് ജീവിച്ചു? ഷിമായിൽ നിന്ന് വന്ന ആളുകൾക്ക് മലങ്കരയിലെ ഇന്ത്യയിലെ ഭക്ഷണം പോലും അറിയില്ല, ഭക്ഷണം കഴിക്കാൻ അവർക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഈ അറബി വിദ്യാലയത്തില് അറബി പഠിപ്പിച്ച് ജീവിക്കുമ്പോൾ ആ അറബി പള്ളിക്കൂടത്തിൽ കിട്ടിയ സാധനങ്ങൾ എന്തോ അത് രുചിയുള്ളതാണോ രുചിയില്ലാത്തതാണോ, ഞാൻ യെരുശലേമിന്റെ പാത്രീസാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇരുന്നില്ല. അവിടെ നിന്ന് കിട്ടിയ അതെന്തോ അത് കഴിച്ച് ആ പട്ടിണിയിൽ അദ്ദേഹം ജീവിച്ചു. അപ്പോഴും തനിക്ക് കൂലിയായി കിട്ടിയ സ്വർണ്ണ നാണയങ്ങൾ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് ബാവ പരിശ്രമിച്ചില്ല. അതുപോലും മലങ്കര സഭയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്ത ബാവയാണ് അബ്ദുൽ ജലീൽ ബാവ. ഇങ്ങനെ നമ്മൾ ഷിമയിൽ നിന്ന് വന്ന് പിതാക്കന്മാരെ എടുക്കുമ്പോൾ
ആരാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടുള്ളത്? എല്ലാം ഇവിടെ അതെ. കൊടുത്തിട്ട് പോയവരാണ്. പിന്നെ കൊടുത്തു വിട്ടിട്ട് നമ്മള് പറ്റിക്കുന്ന ചില പരിപാടിയുണ്ട്. അത് ഇവിടെ ഉള്ളവരുടെ ശീലമാണ്. അത് മലങ്കര സഭയുടെ ഒരു തനത് ശീലമാണ്. ചില കാര്യങ്ങൾ ഇപ്പൊ ഈ അബ്ദുൽ മഷിയ പത്രീർക്കീസ് ബാവായുടെ വരവിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ബാവായോട് പറയുന്നുണ്ട്, ഇവിടെ വന്ന കാശ് തരാം. ബാവ അവിടെ ചില പ്രതിസന്ധിയിൽ ഇരിക്കുകയാണ്. അബ്ദുൽ മഷിയായ്ക്ക് അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ലെറ്റർ അയച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തരാം ഇങ്ങനെ തരാം ഇതൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ അയച്ചു എന്നൊക്കെ പറയണേ. ഒരു വലിയ ദ്രവ്യം, ഇത് ഞാനല്ല, പാറകിട്ടനെ പോലുള്ള മറവിഭാഗത്തിലെ മെത്രാങ്കശിയിലെ എഴുത്തുകാർ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാണ്. ഒരു വലിയ നിധി സ്വർണം അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്താണ് ഈ റെമ്യൂണറേഷൻ. സൈമണി കാശ് കൊടുത്ത് പൗരോഹിത്യം വാങ്ങുന്ന ആ പരിപാടി ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്നത്, പാക്ക് ചെയ്യുന്നത്. അപ്പൊ പാക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുറെ സാധനങ്ങൾ കൊടുത്തു. അതിന്റെ ലിസ്റ്റ് വരെ ഇവിടെ എഴുതി വെച്ചേക്കാണ്. ഇന്ന സാധനങ്ങൾ ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടാണ് അദ്ദേഹത്തെ വിട്ടത്. സത്യത്തിൽ അദ്ദേഹം ഇതിനു വേണ്ടി ഇങ്ങോട്ട് വന്ന ആളല്ല. അദ്ദേഹത്തെ പറഞ്ഞ് പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് ഇന്ന സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്ന അത്രയ്ക്ക് മോശപ്പെട്ട ഒരവസ്ഥയിലേക്കൊക്കെ സുറിയാനി സഭയുടെ പിതാക്കന്മാരെ കാണിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് അന്ത്യോക്യ സിംഹാസനത്തെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടെ എഴുത്തയച്ചു. തോമാസ് ലീഹായുടെ മക്കളായിരിക്കുന്ന നമ്മള് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സഹായത്തിന് വേണ്ടി എഴുത്തയച്ചു. എവിടെ നിന്നാണ് സഹായം കിട്ടിയത്? അന്ത്യോക്യയിൽ നിന്നാണ്. ആ പിതാക്കന്മാരാണ് ഇവിടെ വന്ന് തന്നത്. ആ പിതാക്കന്മാരുടെ പിന്തുടർച്ചയെ ഒരു സുപ്രഭാതത്തില് വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ തന്നോളമായപ്പോ ഇനി ഞാനെന്ന് വിളിക്കണോ എന്ന് പറയുന്നത് നന്ദികേടാണ്. ഏറ്റവും നല്ല വാക്ക് അതാണ്. തലമറന്ന് എണ്ണ നയിക്കാൻ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ പൂർവികർ നമുക്ക് തന്ന, എന്റെ അപ്പനോളം ഞാനായി കഴിഞ്ഞാൽ ഇനി അപ്പൻ എവിടെ ഇരുന്നാൽ മതി, ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം എന്ന് പറയുന്നത് അത് പിതൃശൂന്യതയാണ്. നല്ല അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾക്ക് അത് പറയാൻ പറ്റുന്ന വാക്കല്ല. നമ്മൾ അപ്പനെ ഇപ്പോഴും ബഹുമാനത്തോടെ പിതാവ് എന്ന് തന്നെ വിളിച്ച് ബഹുമാനിച്ച് തന്നെ കൊണ്ടുപോകണം. അത് എത്രത്തോളം നമ്മൾ ഉയർന്നാലും ശരി, അപ്പൻ തന്നെയാണ്. അത് കർത്താവ് പറയുന്നുണ്ട്, ഏത് ശിഷ്യനും ഗുരുവിനോളം വളർന്നാൽ മതി, ഗുരുവിനെയൊക്കെ വളരരുത്. ഇവിടെ പറ്റുന്ന അതാണ്. ഏത് കാതോലിക്കായും പത്രീർക്കീസ് ബാവായോളം വളർന്നാൽ മതി, പത്രീർക്കീസ് ബാവായേക്കാൾ മുകളിലേക്ക് വളരാൻ പോകരുത്. ഇപ്പൊ സംഭവിക്കുന്നതാ. ഇപ്പൊ ഞാനും പത്രീർക്കീസ് ബാവായും ഒരാളാണ്, സമന്മാരാണെന്ന് പറയുന്നതിന്റെയൊക്കെ ഉള്ളിലുള്ള ചില ചേതോ വികാരങ്ങൾ അതാണ്. ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാക്കന്മാർ അതിനു വേണ്ടിയിട്ട് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഇപ്പോഴും ഡിബേറ്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നു വരുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു. ഒരുപക്ഷെ അച്ഛൻ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്ന ലോകത്തിലെ ഏക സഭ എന്ന് പറയുന്നത് യാക്കോബായ സഭയായിരിക്കും, അല്ലയോ? അങ്ങനെ പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കത്തോലിക്ക സഭ ആണെങ്കിൽ പോലും മാർപ്പാപ്പന്മാർ ഇടയ്ക്കിടയ്ക്ക് അത് തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു ആഗോള സഭയില് എനിക്ക് തോന്നുന്നു ഇപ്പൊ മാർത്തോമാ ക്രിസ്ത്യാനികളല്ലാതെ ഒരു ആഗോള സഭയില് തോമാസ് ലീഹ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ വിശ്വാസം കൊടുത്തത് തോമാസ് ലീഹായാണെന്ന് ഇത്ര കൃത്യമായിട്ട് ആരാധനയിൽ പോലും ഉൾപ്പെടുത്തുന്ന ഏക സഭ സുറിയാനി ഓർത്തഡോക്സ് സഭ മാത്രമാണ്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പരിശുദ്ധ പാത്രികീസ് സാക്കാബാവ കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് മശിഹായിൽ ജനിപ്പിച്ച നിങ്ങളുടെ പിതാവ് മാർത്തോമാ ശ്ലീഹ എന്ന് തന്നെയാണ് നമ്മൾ ഓർക്കുന്നത്. അത് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, 982 പരിശുദ്ധ സാക്കാബാവ അങ്ങനെ ഒരു കൽപ്പന ഇറക്കി. പ്രത്യേകിച്ച് മുളന്തുരുത്തി പള്ളിയില് മാർത്തോമാ ശ്ലീഹയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ അകത്താണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. എന്നിട്ട് പോലും ഞാൻ ഈ ഒരു 1990-കളിലെ ഒരു ദേവലോകത്തുനിന്ന് MOSC പബ്ലിക്കേഷനിൽ അടിച്ച ഒരു കുർബാനക്രമം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പോലും ഈ നാലാം തുബ്ദേനില് ഇതിനെപ്പറ്റി ഒരു പരാമർശവും ഇല്ല. അതായത് മാർത്തോമാ ശ്ലീഹയുടെ പേരേ ചെയ്തിട്ടില്ല. എന്നിട്ട് പറയുക 76-ല് തോമാസ് ലീഹ അപ്പിയാര് പോലും അല്ല എന്നുള്ള കൽപ്പന മാറ്റിക്കോണമെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവര് ഈ തുബ്ദേന്റെ അകത്ത് പോലും ചേർത്തിട്ടില്ല എന്നിട്ടാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങള് മാർത്തോമാ ശ്ലീഹായ്ക്കെതിരായിട്ടുള്ള ആൾക്കാരാന്ന് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ ഖബറടങ്ങിയ മാർത്തോമാ ശ്ലീഹ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഇവിടെ ഖബറടങ്ങിയ ഒരു വ്യക്തിയുടെ തിരുശേഷിപ്പ് നമുക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് തന്നത് അന്ത്യോക്യ സിംഹാസനമല്ലേ അച്ഛാ? തീർച്ചയായിട്ടും.
അതെ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് നമ്മുടെ കയ്യിൽ, നമ്മുടെ പള്ളികളിൽ, പല പള്ളികളിലും ഉണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് ഈവൻ ദേവലോകത്ത് പോലും ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് ഇറ്റ്സ് എ ഗിഫ്റ്റ്. നമുക്ക് സമ്മാനമായിട്ട് തന്നത് പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസ. അതായത് അതെ അതെ അത് ദേവലോകത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആരാച്ച? ഈ തോമസ് ലീഹ തീർച്ചയായിട്ടും പേര് പോലും തീർച്ചയായിട്ടും അല്ല എന്ന് തീർച്ചയായിട്ടും. പറഞ്ഞ ആളാ കൊടുത്തേ. അതെ 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 അതിലത്തെ ഇവര് പറയുന്നത്തെ പല കാര്യങ്ങളിലും ഇവര് എന്നാ പറയുന്നത്, ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പം അതെ. ഈ അച്ഛൻ സഭാ വിശ്വസിക്കുന്നുണ്ട്, ചരിത്രത്തിന്റെ ഒരു പ്രശ്നം ഇതിനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. വളരെ വളരെ അത് രീതിയിൽ. ഒരു വളരെ വേദനിപ്പിക്കുന്ന ഈ സത്യമാണ്. യാക്കൂബ് തൃതീയം പാത്രിക്കീസ് ബാവ എന്ന് പറഞ്ഞ ആള് അബ്ദുള്ള ഹാദർ അംബാസിനായിട്ട് മലങ്കര സഭയില്, ജീവിച്ചിരുന്നയാളാണ്. മഞ്ഞനിക്കരയിൽ വളരെ കാലം ജീവിച്ചിരുന്ന ഒരാള് മാർത്തോമാ ശ്ലീഹായ്ക്ക് എതിരായിട്ട് ഒരിക്കലും പറയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ബോധപൂർവം തോമസ് ലീഹായെ മലങ്കരയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്കും ബോധപൂർവം പത്രോസ് ലീഹായെ മലങ്കരയിലെ മറുവിഭാഗത്തിലെ ആളുകളെയും വെറുപ്പിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കായിരുന്നു. പരുമല സെമിനാരി കൂദാശ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, പരുമലയിലെ ചത്തുരത്തിൽ ഗ്രിഗോറിയോസ് ബാവ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനല്ല ഇത് പത്രീസ് ബാവ കൂദാശ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഞാനിതൊരു താൽക്കാലിക കൂദാശയാണ് നിർവഹിക്കുന്നത്. അന്ന് അദ്ദേഹം അതിന് കൊടുത്ത പേര് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ പേരാണ്, സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ആയിരുന്നു. ഇടക്കാലത്ത് ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആ പേര് മാറിക്കണ്ടു, സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റർ എന്ന് കണ്ടു. അതായത് പത്രോസ് ലീഹായെ അതിനുവേണ്ടി വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ. പത്രോസ് ലീഹായും തോമസ് ലീഹായും വെറുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ശരിക്കും ഈ മെത്രാങ്കക്ഷിക്കാരെ സംബന്ധിച്ചും പത്രോസ് ലീഹ എന്ന് പറയുന്നത് ഏതാണ്ട് അവർക്ക് ഭയങ്കര ചതുർത്തി ഉള്ള ഒരാളായിട്ടും, മാർത്തോമാസ് ലീഹ എന്ന് പറയുന്ന അപ്പോസ്തലൻ യാക്കോബക്കാര് മാർത്തോമാസ് ലീഹയ്ക്ക് എതിരാന്നും ഇത് നമ്മളല്ല പറയുന്നത്, ഇവരാണ് പറഞ്ഞു വെക്കുന്നത്. ഇവര് പറയുന്നു പത്രോസ് ലീഹായ്ക്ക് ഇതൊന്നും ഇല്ല, പ്രാമുഖ്യമില്ല, ഒന്നുമില്ല എന്ന് ഇവര് പറയുന്നു. അതേപോലെ തന്നെ മാർത്തോമാസ് ലീഹായ്ക്ക് പട്ടത്തമില്ല എന്നും പറഞ്ഞുകൊണ്ട് യാക്കോബക്കാര് പറഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നു. ഇത് യാക്കോബക്കാരല്ല പറയുന്നത്, ഒരിക്കലും ഒരിക്കലും യാക്കോബക്കാർ അങ്ങനെ പറയത്തില്ല, മെത്രാങ്കക്ഷികളാണ് ഇങ്ങനെ പറയുന്നത്. ശരിക്കും ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ചില ഇവരുടെ ബിഷപ്പുമാരൊക്കെ ഇങ്ങനെ ഇത് പറയുമ്പോഴേ, ഈ ശരിക്കും മാർത്തോമാസ് ലീഹായെ അപഹസിക്കുന്നത് നമ്മളല്ല, ഇവരാണ് ഇങ്ങനെ പറഞ്ഞ് എനിക്കിതില്ല എന്ന് പറഞ്ഞ് മാർത്തോമാസ് ലീഹായ്ക്ക് എന്തോ ഒരു കുറവുണ്ടെന്നാണ് ഇവര് പറഞ്ഞു വെക്കുന്നത്. നമ്മളെ ആരും അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ആരും അങ്ങനെ പറയത്തുമില്ല. അല്ല, ഞാനത് പറഞ്ഞില്ലേ ഷിനോഷെ, ഇതിന്റെ പുറകിലുള്ള ചില ഹിഡൻ അജൻഡാസ് ഉണ്ട്. ഇത് ഈ ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിന്നുകൊണ്ട് തന്നെ പരിശുദ്ധ സിംഹാസനത്തെ പരിപൂർണമായിട്ടും പരിത്യജിച്ചുകൊണ്ട് ഒരു 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 ക്രമം ഇവിടെ രൂപപ്പെടണമെന്ന് ബോധപൂർവമായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ, അവരേത് നീചപ്രവൃത്തികളും ചെയ്യും, അവർക്ക് അതിന് മടികളൊന്നുമില്ല. ആ ഒരു നീചപ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചില കൃത്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് പ്രാർത്ഥിക്കാം, ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാം. തോമസ് ലീഹായും പത്രോസ് അപ്പോസ്തലനും ഒക്കെ പ്രാർത്ഥിക്കട്ടെ, മധ്യസ്ഥം യാചിക്കട്ടെ ഒരു നല്ല ബുദ്ധി കൊടുക്കാനായിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, തീർച്ചയായിട്ടും പരിശുദ്ധ മാർത്തോമാസ് ലീഹായ്ക്ക് അത് എന്താ പറയുന്നത്, നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും സിംഹാസനം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ചർച്ചയുടെ ഒരു ലക്ഷ്യം തന്നെ. നമ്മള് പല സിംഹാസനങ്ങൾ ഉണ്ടാവും, ആ സിംഹാസനം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിംഹാസനം എന്ന് പറയുന്നത് സിസ്റ്റമാണ്. അതെ, ഇതിന്റെ വ്യൂവേഴ്സിനോട് ഒരു വാക്കുകൂടി പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇത് ഗൂഗിൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ നെറ്റിൽ വളരെ ഫ്രീ ആണ്. അതായത് ഈ അപ്പോസ്തോലിക് സസഷൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്, അപ്പോസ്തോലിക പിന്തുടർച്ച എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിനകത്ത് നമുക്ക് കാണാം, ഇപ്പം അന്ത്യോക്യൻ സഭയുടെ, റോമൻ കത്തോലിക്ക സഭയുടെ, അലക്സാൻഡ്രിയൻ സഭയുടെ, അതുപോലെ അർമേനിയൻ സഭയുടെ, ഇവരുടെയൊക്കെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തോമസ് ലീഹായുടെ കാണിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ ആകെ സാധിക്കുന്നത് പേർഷ്യയിലെ നെസ്തോറിയൻ അല്ലെങ്കിൽ കാൽഡിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റിനാണ്, കൽദായ സുറിയാനി സഭയ്ക്കാണ്. മലങ്കരയിൽ അങ്ങനെ ഒന്നും കാണിക്കാനായിട്ട് ഇല്ല. അത് നമ്മുടെ അനുവാചകര്, ഈ വീക്ഷിക്കുന്ന ആളുകൾ അത് ബോധപൂർവം ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പറഞ്ഞത്. ഇതൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എഴുതിയെടുത്ത് വായിക്കേണ്ട കാര്യങ്ങളല്ല. ഈ പറയുന്ന ഒരു ലെവലാണ് എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള വഴികളായിട്ട് ഉപകാരപ്പെടട്ടെ. ഹൈമനത്തയുടെ ചർച്ചകളും ക്ലാസ്സുകളും എല്ലാം അതിന് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാസ്റ്റ് ഷിനോഷ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുമ്പ് ഇങ്ങനെ ഒരു സെഷൻ ചർച്ച ചെയ്യാനായിട്ട് കിട്ടിയ ഈ നല്ല സമയത്തെ ദൈവത്തിന്
നന്ദി പറയുന്നു. ഓരോരുത്തരോടും ഉള്ള നന്ദി കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒത്തിരി തിരക്കുകളൊക്കെ ഉള്ള ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുറെ കൂടി ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛാ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ എപ്പോഴും, പ്രത്യേകിച്ച് മലങ്കരയിലുള്ള മലയാളികൾക്ക് ഒരിക്കലും മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റുമില്ലാത്ത ഒരു മഹത് വ്യക്തിത്വമാണ്. നമ്മളെ മശിഹായിൽ ജനിപ്പിച്ച ഒരു യാക്കോബായക്കാരൻ എന്നുള്ള മശിഹായിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവാണ്. നമുക്കൊരിക്കലും മാർത്തോമാ ശ്ലീഹയെ വിട്ടുകളയാൻ പറ്റില്ല. പക്ഷേ ഇല്ലാത്ത ഒരു സിംഹാസനം, എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമുക്ക് ചരിത്രപരമായിട്ട് ഒരു തെളിവില്ല, അങ്ങനെ ഒരു സിസ്റ്റവും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അത് ചർച്ച് ഓഫ് ദി ഈസ്റ്റിന്റെ, നമ്മുടെ സഭയുമായിട്ട് ഒരു ബന്ധമുള്ളവരുടെ അല്ല. അപ്പോ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ നമ്മളെ മശിഹായിൽ ജനിപ്പിച്ച ഒരു പിതാവാണ്. ആ പിതാവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ അങ്ങനെ ഒരു സിംഹാസനം അദ്ദേഹത്തിന് പോലും, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹത്തിന് പോലും പറയാൻ അറിയത്തില്ല. അത് ഇത്രയും വളരെ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ഗിരികറച്ചനോടുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ബിൻഡോ, അതുപോലെ തന്നെ മിസ്റ്റർ ബെന്നി, അദ്ദേഹം ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തയാൾ, അദ്ദേഹത്തിനോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്ദി.